ടെക്കി അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഞാൻ എല്ലാവരെയും വെൽക്കം ചെയ്യുവാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ് ആണ് കേട്ടോ. നമ്മൾ ഓൾറെഡി നമ്മുടെ ആപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ക്ലാസ് ആണ്. നമ്മളൊരു ഫസ്റ്റ് 2-3 ക്ലാസ്സസിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ആപ്പിൽ അപ്ലോഡ് ചെയ്ത ക്വസ്റ്റ്യൻസിൻ്റെ ഒരു എന്താ വരുന്നത് ഡിസ്കഷൻ വീഡിയോ ആണ് കേട്ടോ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഹോർമോൺസ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ഡാഷ്. എന്താണ് ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള വേറെ ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലേ. ഹോർമോൺസിന് ആരാ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? എൻഡോക്രൈൻ ഗ്ലാൻസ് ഉണ്ട്, എക്സോക്രൈൻ ഗ്ലാൻസ് ഉണ്ട്, ടാർജറ്റ് ഓർഗൻസ് ഉണ്ട്, ഓൾ ഓഫ് ദി അബവ്. വളരെ സിമ്പിളാണ്. ആരാണ് ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? എൻഡോക്രൈൻ ഗ്ലാൻസ്. ആരും എക്സോക്രൈൻ ഗ്ലാൻസ് ഒന്നും പോയി കുത്തരുത്. ഏതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ? ഇറ്റ് ഈസ് എൻഡോക്രൈൻ ഗ്ലാൻസ് ആണ് ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ. യാതൊരു ഡൗട്ടും ഇല്ല. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. വിച്ച് അമംഗ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് റോങ്. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് വേണം നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഹോർമോൺസ് ആർ കെമിക്കൽ മെസ്സഞ്ചേഴ്സ്. അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല അല്ലെ. കെമിക്കൽ മെസ്സഞ്ചേഴ്സ് ആണ് ആര്? നമ്മുടെ ഹോർമോൺസ്. ദേ ആർ റിലീസ്ഡ് ഇൻ ടു ദ ബ്ലഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡക്ട്. അവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡക്ട്. ഇവർ ബ്ലഡിലോട്ടാണ് റിലീസ് ആവുന്നത്. പക്ഷെ ഡക്റ്റിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണോ? ഇല്ല. ഇവർ ഡയറക്റ്റ്ലി ബ്ലഡിലോട്ട് റിലീസ് ചെയ്യുവാണ് അല്ലേ. എവിടെ നിന്നാണോ ആരാണോ അതിനെ സെക്രീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ റിലീസ് ചെയ്യുന്നത്, അവരെന്താ ചെയ്യുന്നത്? ഡയറക്റ്റ് ബ്ലഡിലോട്ടാണ് റിലീസ് ചെയ്യുന്നത്. ഒരു ഡക്റ്റിൻ്റെയും ആവശ്യമില്ല. അപ്പം അതുകൊണ്ടാണ് എൻഡോക്രൈൻ ഗ്ലാൻസിനെ നമ്മൾ ഡക്റ്റ്ലെസ് ഗ്ലാൻസ് എന്നും കൂടെ പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു സെക്കൻഡ് ഓപ്ഷനിലാണ് അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്ത്? തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. സോ ഇതായിരിക്കും നമ്മുടെ ആൻസർ. ഇനി ബാക്കി രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണ്? ദേ സർക്കുലേറ്റ് ത്രൂ ഔട്ട് ദ ബോഡി, ദേ ആർ സെക്രീറ്റഡ് ബൈ എൻഡോക്രൈൻ ഗ്ലാൻസ്. രണ്ടും എന്താണ്? ശരിയാണ് അല്ലേ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് തെറ്റായിട്ട് റോങ് സ്റ്റേറ്റ്മെൻറ്റ്. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. വിച്ച് ഗ്ലാൻഡ് സെക്രീറ്റ് ഗ്രോത്ത് ഹോർമോൺ. നമ്മളിങ്ങനെ ഇത് പഠിക്കുമ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് പഠിക്കും. പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്കവിടെ ഡൗട്ട് വരും. ഹൈപ്പോതലാമസ് ആണോ, അതോ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ആണോ, അതോ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ആണോ അല്ലേ. എന്നാൽ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഒരു ഡൗട്ട് വരാൻ ചാൻസ് ഇല്ല. കാരണം പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്നും ആകെ 2 ഹോർമോൺസേ വരുന്നുള്ളൂ. അത് അവരെ പേര് പഠിച്ച് വെക്കുക. പിന്നെ ബാക്കി തമ്മിലാണ് നമുക്ക് കൺഫ്യൂഷൻ വരുള്ളൂ. ഹൈപ്പോതലാമസ് ആണോ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ആണോ എന്ന് അല്ലേ. ഒരിക്കലും ആരല്ല? ഹൈപ്പോതലാമസ് അല്ല, പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി അല്ല, തൈറോയ്ഡ് ഗ്ലാൻഡ് അല്ല. ആരാണ് ഗ്രോത്ത് ഹോർമോണെ സെക്രീറ്റ് ചെയ്യുന്നത്? ആരാണ്? ഇറ്റ് ഈസ് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ആണ് അല്ലേ. ആരാണ് സെക്രീറ്റ് ചെയ്യുന്നത്? ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി. യെസ്. ആൻഡ് നമ്മുടെ നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ന്യൂറോ പെപ്റ്റൈഡ് വൈ ഈസ് സെക്രേറ്റഡ് ബൈ. നമുക്ക് അത്ര കോമൺ അല്ലാത്ത ഒരാളാണ് ന്യൂറോ പെപ്റ്റൈഡ് വൈ. സോ ക്ലാസ് കേൾക്കാത്ത ഒരാൾക്ക് ഈ ഒരു ന്യൂറോ പെപ്റ്റൈഡ് വൈ കേട്ട് ഇതേതാ സാധനം എന്നൊക്കെ ഓർമ്മ വരും. ക്ലാസ് കേട്ടവർക്ക് ഒരു കുഴപ്പമില്ല, സിമ്പിളായിട്ട് ആൻസർ കുത്താം. ഏതാ ആൻസർ? ലിവർ ആണോ, കിഡ്നി ആണോ, പാൻക്രിയാസ് ആണോ, സ്റ്റൊമക്ക് ആണോ? സിമ്പിൾ ആണ് അല്ലേ. ക്ലാസ് കേട്ട ഒരാൾക്ക് ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള വേറെ ഒന്നുമില്ല. ന്യൂറോ പെപ്റ്റൈഡ് വൈ ഇസ് സെക്രീറ്റഡ് ബൈ സ്റ്റൊമക്ക് ആണ് അല്ലേ. നമ്മുടെ സ്റ്റൊമക്ക് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, കാൽസിട്രയോൾ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ. ഇതിൻ്റെ കാൽസിട്രയോളിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? തൈറോയ്ഡ് ഗ്ലാൻഡ്, കിഡ്നി, പാൻക്രിയാസ്, അഡ്രീനൽ ഗ്ലാൻഡ്. ഇതിൽ ഏത് ഗ്ലാൻഡാണ് കാൽസിട്രയോളിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? തൈറോയ്ഡ് ഗ്ലാൻഡ് ആണോ, കിഡ്നി ആണോ, പാൻക്രിയാസ് ആണോ, അഡ്രീനൽ ഗ്ലാൻഡ് ആണോ? ഇവിടെ ഒരു ഡൗട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ചിലരെങ്കിലും പോയിട്ട് എന്ത് ചെയ്യും? തൈറോയ്ഡ് ഗ്ലാൻഡിനെ കുത്തും. പക്ഷെ തൈറോയ്ഡ് ഗ്ലാൻഡിൽ നിന്നും വരുന്നത് കാൽസിട്രയോൾ അല്ല, പകരം ആരാണ്? കാൽസിട്ടോണിൻ ആണ്. ആരാണ്? കാൽസിട്ടോണിൻ. അപ്പൊ ആരാ നമ്മുടെ കാൽസിട്രയോളിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ആരാ പറഞ്ഞേ? ആരാണ്? കിഡ്നി ആണ് അല്ലേ. കാൽസിട്രയോളിന് ആരെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് കിഡ്നി. കിഡ്നിയിൽ നിന്നും വരുന്ന ഹോർമോൺ ആണ് ആര്? കാൽസിട്രയോൾ. ആറാമത്തത്, ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ കണ്ടുപിടിക്കണം. വാസോപ്രസിൻ ആൻഡ് ഓക്സിറ്റോസിൻ ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ഹൈപ്പോതലാമസ്. ആണോ? ഹൈപ്പോതലാമസ് ആണോ വാസോപ്രസിൻ ഓക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അതെ അല്ലേ. അതെ. ബട്ട് സ്റ്റോർഡ് ആൻഡ് റിലീസ്ഡ് ബൈ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണോ? അല്ല അല്ലേ. അപ്പൊ ഇത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണോ? അല്ല. അപ്പൊ ഈ ഓപ്ഷൻ അല്ല നമ്മുടെ ആൻസർ. അടുത്തത്, വാസോപ്രസിൻ ആൻഡ് ഓക്സിറ്റോസിൻ ആർ പ്രൊഡ്യൂസ്ഡ് ബൈ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ബട്ട് സ്റ്റോർഡ് ആൻഡ് റിലീസ്ഡ് ബൈ ഹൈപ്പോതലാമസ്. ആണോ? പ്രൊഡ്യൂസ് ചെയ്യുന്നത് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണോ? അത് ചിലപ്പോൾ ചില ആൾക്കാർ ആന്ന് വിചാരിച്ചിട്ട് ഇത് അങ്ങോട്ട് പോയി കുത്തും. പക്ഷെ ആണോ? അല്ല.
ഇനി ഹൈപ്പോതലാമസ് സ്റ്റോർ ചെയ്യും റിലീസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഈ ഓപ്ഷൻ എന്താണ്? തെറ്റാണ് അല്ലെ. അടുത്തത് വാസോപ്രസിൻ ആൻഡ് ഓക്സിറ്റോസിൻ ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ഹൈപ്പോതലാമസ്. യെസ്, ശരിയാണ്, ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ബട്ട് സ്റ്റോർഡ് ആൻഡ് റിലീസ്ഡ് ബൈ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി. അതും ശരിയാണ് അല്ലേ? അല്ലേ? ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റ് ഓപ്ഷനും കൂടെ നോക്കാം. വാസോപ്രസിൻ ഓക്സിറ്റോസിൻ പ്രൊഡ്യൂസ്ഡ്, സ്റ്റോർഡ് ആൻഡ് റിലീസ്ഡ് ബൈ ഹൈപ്പോതലാമസ്. എല്ലാം ഹൈപ്പോതലാമസ് അങ്ങനെയാണ് ചെയ്യുന്നത്, വേറൊരാള് സഹായം ആവശ്യമില്ല. അങ്ങനെയാണോ? അതുമല്ല. ഏതാണ് നമ്മുടെ ആൻസർ വരുന്നത്? ആൻസർ ഇസ് ഓപ്ഷൻ സി ആണ് അല്ലേ. അതായത് വാസോപ്രസിനും ഓക്സിറ്റോസിനും നമ്മൾ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഹോർമോൺസ് എന്നൊക്കെ പറഞ്ഞ് വലിയ കാര്യത്തിൽ പറയുന്നുണ്ടെങ്കിലും ആക്ച്വലി അവരെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ഹൈപ്പോതലാമസ് ആണ്. പക്ഷെ എന്തുകൊണ്ട് എന്നിട്ടും നമ്മൾ അവർ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഹോർമോൺസ് എന്ന് വിളിക്കുന്നു? ബിക്കോസ് ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഈ രണ്ടാൾക്കാരും നേരെ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിലോട്ട് വരും, എന്നിട്ട് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കും. നമ്മുടെ ബോഡിയിലോട്ട് ആവശ്യമുള്ളപ്പോൾ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി അതിനെ റിലീസ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു സംഭവം നടക്കുന്നത് കൊണ്ടാണ് വാസോപ്രസിനും ഓക്സിറ്റോസിനും ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അവരെ എന്ത് വിളിക്കുന്നത്? പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഹോർമോൺസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, നമ്മുടെ ഏഴാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. സെലക്ട് ദി റോങ് ഓപ്ഷൻ റിഗാർഡിംഗ് ഗ്രൂപ്പ് 1 ഹോർമോൺസ്. നമ്മൾ ഗ്രൂപ്പ് 1 ഹോർമോൺസ്, ഗ്രൂപ്പ് 2 ഹോർമോൺസ് എന്നൊക്കെ ക്ലാസിഫിക്കേഷൻ പഠിച്ചിരുന്നു. ഗ്രൂപ്പ് 1 ഹോർമോൺസിനെ കുറിച്ചൊരു തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് വേണം കണ്ടുപിടിക്കാൻ. ദീസ് ഹോർമോൺസ് ബൈൻഡ് ടു ഇൻട്രാസെല്ലുലാർ റിസപ്റ്റേഴ്സ്. ആണോ? ഇൻട്രാസെല്ലുലാർ റിസപ്റ്റേഴ്സ് ആണോ അതോ നമ്മുടെ സെൽ മെംബ്രെയിൻ റിസപ്റ്റേഴ്സ് ആയിട്ടാണോ ഗ്രൂപ്പ് 1 ഹോർമോൺസ് ബൈൻഡ് ചെയ്യുന്നത്? ആരേട്ടാ? ഇൻട്രാസെല്ലുലാർ റിസപ്റ്റേഴ്സ് തന്നെ ആയിട്ടാണ് അല്ലെ. സെല്ലിന്റെ ഉള്ളിൽ കാണുന്ന റിസപ്റ്റേഴ്സുമായിട്ടാണ് ഗ്രൂപ്പ് 1 ഹോർമോൺസ് ബൈൻഡ് ചെയ്യുന്നത്. അപ്പൊ ആ ഓപ്ഷൻ എന്താ? റോങ് ഓപ്ഷൻ അല്ല, പകരം ശരിയായിട്ടൊരു ഓപ്ഷനാണ്. ഇനി their receptors are present in cytosol or nucleus. അതും ശരിയല്ലേ? ഇൻട്രാസെല്ലുലാർ റിസപ്റ്റേഴ്സ് ആണ്. ഇൻട്രാസെല്ലുലാർ റിസപ്റ്റേഴ്സ് എവിടെയായിരിക്കുക? ഒന്നല്ലെങ്കിൽ സെല്ലിന്റെ സൈറ്റോസോളിൽ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ സെല്ലിന്റെ ന്യൂക്ലിയസിൽ ഉണ്ടായിരിക്കും അല്ലെ. ആ ഒരു ഓപ്ഷനും എന്താണ്? കറക്റ്റ് ആണ്. അപ്പൊ അതും നമ്മുടെ ആൻസർ അല്ല, ബിക്കോസ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത് റോങ് ഓപ്ഷൻ ആണ്. അടുത്തത് ദീസ് ആർ ഡിറൈവേറ്റീവ്സ് ഓഫ് കൊളസ്ട്രോൾ. ആണോ? അവരെല്ലാവരും കൊളസ്ട്രോളിൽ നിന്നാണോ ഡിറൈവ് ചെയ്തിട്ടുള്ളത്? ആണോ? അതെ, ബിക്കോസ് സ്റ്റിറോയിഡ് ഹോർമോൺസ് എല്ലാവരുടെയും പ്രിക്കഴ്സർ ആരാണ്? കൊളസ്ട്രോൾ ആണ് അല്ലേ. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റും എന്താണ്? കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓഫ് കോഴ്സ് ഇനി നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് വായിച്ചില്ലെങ്കിൽ പോലും നമുക്കറിയാം നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് ആൻസർ എന്ന്. എങ്കിലും നമുക്ക് വായിക്കാം. ദിസ് ഹോർമോൺസ് ആർ ലിപ്പോഫോബിക് ഇൻ നേച്ചർ. അവിടെ പ്രശ്നം പറ്റി. ലിപ്പോഫോബിക് ആണോ? അല്ല, പകരം ഇവരെന്താണ്? ലിപ്പോഫിലിക് ആണ്. ദേ ആർ ലിപ്പിഡ് ലവിങ് ആണ് അല്ലെ. ഇവർ ലിപ്പിഡ്സിൽ സൊല്യുബിൾ ആയിട്ടുള്ള ഹോർമോൺസ് ആണ്. അതുകൊണ്ട് അവർ ലിപ്പോഫോബിക് അല്ല, പകരം ദേ ആർ ലിപ്പോഫിലിക് ആകുന്നു. ഓക്കെ, അപ്പൊ ഏതാണ് റോങ് ഓപ്ഷൻ? അല്ലെങ്കിൽ നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഓക്കെ, നമ്മുടെ എട്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. വാട്ട് ഈസ് ദ പ്രിക്കേഴ്സർ, ഹൂ ഈസ് ദ പ്രിക്കേഴ്സർ ഓഫ് സ്റ്റിറോയിഡ് ഹോർമോൺസ്? ആക്ച്വലി നമ്മുടെ ഇവിടെ ഒരു ഓപ്ഷൻ മിസ്സിംഗ് ആണ്. അത് നമ്മളിത് PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യുമ്പോഴേ ഒരു പേജിന്റെ ലാസ്റ്റ് ഉള്ള സംഭവം അവിടെ നിന്ന് മിസ്സായി പോകും. അതുകൊണ്ടാണ് കേട്ടോ. എന്തായാലും നമ്മുടെ ആൻസർ അവിടെ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ക്ഷമിക്കാം. അപ്പൊ സ്റ്റിറോയിഡ് 6 ഹോർമോൺസിന്റെ പ്രിക്കേഴ്സർ ആരാണ്? നമ്മളിപ്പോൾ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. ഇത് കൊളസ്ട്രോൾ, ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ. ആരാണ്? സ്റ്റിറോയിഡ് ഹോർമോൺസിന്റെ തന്നെ പ്രിക്കേഴ്സർ ആരാണ്? ഇറ്റ് ഈസ് നൺ അതർ ദാൻ ആരാണ്? മറ്റാരുമല്ല, ദ വൺ ആൻഡ് ഓൺലി കൊളസ്ട്രോൾ ആണ് അല്ലെ സ്റ്റിറോയിഡ് ഹോർമോൺസിന്റെ പ്രിക്കേഴ്സർ ആയിട്ട് വരുന്നത്. ഓക്കെ, 9ാമത്തെ ക്വസ്റ്റ്യൻ. ഇതൊക്കെ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ, അതാണ് ഞാൻ കുറച്ചിങ്ങനെ സ്പീഡിൽ പോകുന്നത്. Which among the following is an example of peptide hormone? പെപ്റ്റൈഡ് ഹോർമോണിന്റെ എക്സാമ്പിൾ ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ കുറച്ച് വിയർക്കും അല്ലേ. കാരണം നമ്മൾ കറക്റ്റ് ക്ലാസിഫിക്കേഷൻ്റെ ആ ഒരു എക്സാമ്പിൾസ് പഠിച്ചു വെച്ചാലേ ഇത് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ വേർക്കാൻ പാടില്ല. എൻ്റെ കുട്ടികൾ ആരും വേർക്കാൻ പാടില്ല കേട്ടോ. എല്ലാവരും നന്നായി പഠിക്കണം, എക്സാമ്പിൾ ഫുള്ള് പഠിക്കണം. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് വേർക്കൊന്നും ചെയ്യാതെ എഴുതാം. Which among the following is an example of പെപ്റ്റൈഡ് ഹോർമോൺ? പെപ്റ്റൈഡ് ഹോർമോൺ, അമൈൻ ഹോർമോൺ ഉണ്ട്, പെപ്റ്റൈഡ് ഹോർമോൺ ഉണ്ട്, സ്റ്റിറോയിഡ് ഹോർമോൺ ഉണ്ട് അല്ലേ. അപ്പൊ അതിൽ പെപ്റ്റൈഡ് ഹോർമോണിന്റെ എക്സാമ്പിൾ ഏതാ? ടെസ്റ്റോസ്റ്റെറോൺ, ADH, നോറെപ്പിനെഫ്രിൻ, തൈറോക്സിൻ. ഇതിൽ ആരാണ് പെപ്റ്റൈഡ് ഹോർമോണിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്? ടെസ്റ്റോസ്റ്റെറോൺ നമുക്കറിയാം സെക്സ് ഹോർമോൺ ആണ്, അതുകൊണ്ട് ഓഫ് കോഴ്സ് അതൊരു സ്റ്റിറോയിഡ് ഹോർമോൺ ആണ്.
അപ്പോൾ ഇതല്ല. ഇനി ADH ആണോ, നോറെപ്പിനെഫ്രിൻ ആണോ, തൈറോക്സിൻ ആണോ? ആകെപ്പാടെ കൺഫ്യൂഷൻ ആയല്ലോ. ഇതിൽ ഏതാ പെപ്റ്റൈഡ് ഹോർമോണിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്? നോറെപ്പിനെഫ്രിനും അല്ല, തൈറോക്സിനും അല്ല, ബിക്കോസ് അവർ രണ്ടുപേരും അമൈൻ ഹോർമോൺസ് ആണ്. സോ ആരായിരിക്കും നമ്മുടെ പെപ്റ്റൈഡ് ഹോർമോൺ? ഇറ്റ് ഈസ് ആന്റി ഡയൂററ്റിക് ഹോർമോൺ, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? വാസോപ്രസിൻ എന്ന് പറയാം. ഓക്കെ, ഇനി നമ്മുടെ 10ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ദ ഫങ്ഷൻ ഓഫ് ദി ഹോർമോൺ എൻഡോർഫിൻ. എൻഡോർഫിൻ എന്ന ഹോർമോണിന്റെ ഫങ്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. സപ്രസ് ഇമ്മ്യൂൺ സിസ്റ്റം, റെഗുലേറ്റ് മെറ്റബോളിസം, ആക്ട് ആസ് എ നാച്ചുറൽ അനാൽജസിക്, ഓൾ ഓഫ് ദി അബവ്. ഓൾ ഓഫ് ദി അബവ് തോന്നുന്നു അല്ലേ? ആണോ? ഓൾ ഓഫ് ദി അബവ് ആണോ? എൻഡോർഫിൻ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം സപ്രസ് ചെയ്യുന്നുണ്ട്, മെറ്റബോളിസം റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്, ഒരു പെയിൻ കില്ലർ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഉണ്ടോ? ഇല്ല, എല്ലാം ഇല്ല. ഓൾ ഓഫ് ദി അബവ് അല്ല. ഏതാണ് കറക്റ്റ് ഫങ്ഷൻ വരുന്നത് എൻഡോർഫിൻ്റെ? എൻഡോർഫിൻ ആൻഡ് എൻകിഫാലിൻസ് ഇവർ രണ്ടുപേരും എന്ത് ചെയ്യുന്നുണ്ട്? അവർ നാച്ചുറൽ അനാൽജസിക് അല്ലെങ്കിൽ നാച്ചുറൽ പെയിൻ കില്ലേഴ്സ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? എൻഡോർഫിൻ്റെ ഫങ്ഷൻ വരുന്നത്. സോ ഏതാണ് നമ്മുടെ ആൻസർ വരുന്നത്? ഇറ്റ് ഈസ് ഓപ്ഷൻ സി ആണ് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇതൊക്കെ സിമ്പിൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. നമ്മൾ ജസ്റ്റ് ക്ലാസ് നമ്മളൊന്ന് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഇനി നമ്മുടെ 11ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. CAMP, cyclic AMP is a second messenger for. ആരുടെ സെക്കൻഡ് മെസ്സഞ്ചർ ആണ് സൈക്ലിക് AMP? ഇവിടെയും ഒരു ഓപ്ഷൻ മിസ്റ്റേക്ക് ആണ്. പക്ഷെ പിന്നെ ഞാൻ ക്ഷമിച്ചു, ബിക്കോസ് നമ്മുടെ ആൻസർ അവിടെ ഉള്ളത് കൊണ്ട് ഞാൻ ക്ഷമിച്ചിരിക്കുവാണ്. ഓക്കെ, അപ്പോൾ ചെറുതായിട്ട് കോൾഡ് ഉണ്ട് കേട്ടോ, അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഇടയ്ക്ക് ഒരു കഫ് വരുന്നത്. അപ്പോൾ സൈക്ലിക് AMP ആരുടെ സെക്കൻഡ് മെസ്സഞ്ചറാ? ACTH, TRH, GnRH. അഡ്രിനോ കോർട്ടിക്കോട്രോപിക് ഹോർമോൺ, തൈറോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ, ഗൊണാഡോട്രോഫിൻ റിലീസിങ് ഹോർമോൺ. ഒക്കെ നല്ല വലിയ പുള്ളികളാണ് ഓപ്ഷൻസിൽ കിടക്കുന്നത്. ഇതിൽ ഏത് വലിയ പുള്ളിയുടെ സെക്കൻഡ് മെസ്സഞ്ചർ ആണ് സൈക്ലിക് AMP? ആരുടെയാ? ഇറ്റ് ഈസ് അഡ്രിനോ കോർട്ടിക്കോട്രോപിക് ഹോർമോണിന്റെ ആണ് അല്ലേ? ആരുടെയാണ് വരുന്നത്? അഡ്രിനോ കോർട്ടിക്കോട്രോപിക് ഹോർമോണിന്റെ സെക്കൻഡ് മെസ്സഞ്ചർ ആണ് സൈക്ലിക് AMP ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. Which hormones second messenger is unknown? നമ്മൾ ക്ലാസിഫിക്കേഷൻ പഠിക്കുമ്പോൾ പഠിച്ചിരുന്നു, ചില ഹോർമോൺസിന്റെ സെക്കൻഡ് മെസ്സഞ്ചർ അറിയത്തില്ല, അൺനോൺ ആണ് എന്ന് പഠിച്ചിരുന്നു അല്ലേ? അപ്പം അത് ഏത് ഹോർമോൺ? തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ആരുടെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓക്സിറ്റോസിൻ, ഗ്രോത്ത് ഹോർമോൺ, പ്രൊലാക്റ്റിൻ, നൺ ഓഫ് ദി അബവ്. നിങ്ങളെല്ലാവരും ആൻസർ കണ്ടുപിടിച്ചു കഴിഞ്ഞോ? നിങ്ങൾ ആൻസർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ മാത്രമേ ഞാൻ ആൻസർ ചെയ്യത്തുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ആൻസർ കണ്ടുപിടിച്ചു. ആരാണ് ഇതിൽ? ആരുടെ സെക്കൻഡ് മെസ്സഞ്ചറാണ് നമുക്കറിയാത്ത? ഓക്സിറ്റോസിൻ്റെ ആണോ, ഗ്രോത്ത് ഹോർമോണിൻ്റെ ആണോ, പ്രൊലാക്റ്റിൻ്റെ ആണോ? ആരുടെ അല്ല. തന്നിരിക്കുന്ന ഓക്സിറ്റോസിൻ്റെ ആയാലും ഗ്രോത്ത് ഹോർമോൺ ആയാലും പ്രൊലാക്റ്റിൻ ആയാലും 3 പേരുടെയും സെക്കൻഡ് മെസ്സഞ്ചർ നമുക്കറിയാം. ആ ഒരു സെക്കൻഡ് മെസ്സഞ്ചർ അൺനോൺ അല്ല. അപ്പം അതുകൊണ്ട് ഏതാ നമ്മുടെ ആൻസർ വരിക? നൺ ഓഫ് ദി എബവ് ആണ് ആൻസർ വരുന്നത്. ബിക്കോസ് ഈ 3 ആൾക്കാരെ സെക്കൻഡ് മെസ്സഞ്ചർ എന്താണ്? നോൺ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് അമംഗ് ദി ഫോളോയിങ് ഇസ് ഡ്യൂ ടു ദി ആക്ഷൻ ഓഫ് എപ്പിനെഫ്രിൻ? എപ്പിനെഫ്രിൻ്റെ ആക്ഷൻ കാരണം നടക്കുന്ന ഏതെങ്കിലും ഒരു പ്രോസസ്സ് ഏതാ? ആക്സിലറേറ്റഡ് ലിപ്പോലൈസിസ് മീൻസ് ഇൻക്രീസ്ഡ് ലിപ്പിഡ്സ് ബ്രേക്ക് ഡൗൺ, ഇൻക്രീസ് ഇൻ ഹാർട്ട് റേറ്റ്, ഡൈലേഷൻ ഓഫ് പ്യൂപ്പിൾസ്, ഓൾ ഓഫ് ദി അബവ്. അപ്പോൾ ഇത് ആൻസർ ചെയ്യണമെങ്കിൽ എപ്പിനെഫ്രിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് അറിയണം അല്ലേ? എന്താ? ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് ഹോർമോൺസിൽ വരുന്ന ഒരാളാണ്, അല്ലെങ്കിൽ റെസ്പോൺസിൽ വരുന്ന ആളാണ് എപ്പിനെഫ്രിൻ. നമ്മുടെ ബോഡിയിൽ ഒരു സ്ട്രെസ് കണ്ടീഷൻ വരുമ്പോൾ അതിനെ കോപ്പപ്പ് ചെയ്യലാണ് എപ്പിനെഫ്രിൻ്റെ പണി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ബോഡിയിൽ കുറേ ചേഞ്ചസ് കൊണ്ടുവരും. ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പോൾ നമ്മുടെ കണ്ണിലെ പ്യൂപ്പിൾസ് ഇങ്ങനെ വലുതാവും, ഡൈലേറ്റഡ് ആവും, നമ്മുടെ ഹാർട്ട് ഇങ്ങനെ വേഗം ബീറ്റ് ചെയ്യാൻ തുടങ്ങും. പിന്നെ നമ്മുടെ ബോഡിയിൽ എനർജി ആവശ്യമായതുകൊണ്ട് ഗ്ലൂക്കോസിൻ്റെ എമൗണ്ട് കൂട്ടും, ലിപ്പിഡ്സിൻ്റെ ബ്രേക്ക് ഡൗൺ നടത്തിയിട്ട് അതിൽ നിന്ന് എനർജി പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ എന്താ? എപ്പിനെഫ്രിൻ്റെ ഫങ്ഷൻസ് ആണ് അല്ലേ? എല്ലാ ഫങ്ഷൻസും ഞാനിപ്പോൾ പറഞ്ഞു. ആക്സിലേറ്റഡ് ലിപ്പോലൈസിസ് ഉണ്ട്, ഇൻക്രീസ്ഡ് ഹാർട്ട് റേറ്റ് ഉണ്ട്, പ്യൂപ്പിൾ ഡൈലേഷൻ ഉണ്ട്. അപ്പോൾ എന്താ നമ്മുടെ ആൻസർ വരിക? ഓൾ ഓഫ് ദി അബവ്. ബിക്കോസ് ഇതെല്ലാം എന്താണ്? നമ്മുടെ എപ്പിനെഫ്രിൻ്റെ ഫങ്ഷൻസിൽ പെടുന്നതാണ്. ഓക്കെ, ഇനി അടുത്തുണ്ടല്ലോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മിസ്സിങ് ആണ്. പക്ഷേ ഇതിൻ്റെ ഓപ്ഷൻസ് കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് ആൻസർ ഏതാണെന്ന് എനിക്കറിയാം.
അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ക്വസ്റ്റ്യൻ ഗസ് ചെയ്താൽ മതി. ആൻസർ വരുന്നത് ഓക്സിറ്റോസിൻ ആൻഡ് വാസോപ്രസിൻ, അതാണ് നമ്മുടെ ആൻസർ വരുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ നിങ്ങൾ ഗസ് ചെയ്യണം. എപ്പോഴും ആൻസർ മാത്രം കണ്ടുപിടിച്ചാൽ പോരല്ലോ, ഇടയ്ക്ക് ക്വസ്റ്റ്യനും കണ്ടുപിടിക്കണം. നമ്മൾ ചോദ്യം ചോദിച്ച് വളരണം എന്നാ പറയുക. അപ്പോൾ ഇതിന്റെ ക്വസ്റ്റ്യൻ എന്തായിരിക്കും? റെനിൻ ആൻഡ് മെലാറ്റോണിൻ, LH ആൻഡ് FSH, ഓക്സിറ്റോസിൻ ആൻഡ് വാസോപ്രസിൻ, TSH ആൻഡ് FSH. 4 ഓപ്ഷൻസ് ഉണ്ട്. കറക്റ്റ് ആൻസർ, ഇതിന്റെ ആൻസർ വരുന്നത് ഓക്സിറ്റോസിൻ ആൻഡ് വാസോപ്രസിൻ എന്നാ. അപ്പൊ എന്തായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ? സിമ്പിൾ ആണ് അല്ലേ? ഓക്സിറ്റോസിനും വാസോപ്രസിനും എന്താണ്? പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഹോർമോൺസ് ആണ്. അപ്പൊ അതുകൊണ്ട് എന്തായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ? ഫൈൻഡ് ദി കറക്റ്റ് പെയർ ഓഫ് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഹോർമോൺസ് ആയിരിക്കും. സോ നമ്മുടെ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഹോർമോൺസ് ആയിട്ട് ആരൊക്കെയാണ് ഉള്ളത്? ഓക്സിറ്റോസിനും വാസോപ്രസിനും. ഓക്കെ, അപ്പൊ നിങ്ങളിങ്ങനെ ആൻസേഴ്സ് കാണുമ്പോൾ ഇതേപോലെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയിട്ടും പഠിക്കണം കേട്ടോ. അപ്പൊ അതിനൊരു ട്രയൽ ആയിക്കോട്ടെ ഇത്. അടുത്ത ക്വസ്റ്റ്യൻ, 15ാമത്തെ ക്വസ്റ്റ്യൻ. നമ്മൾ പകുതി ഹാഫ് എത്തി. എ ലിപ്പിഡ് സൊലബിൾ ഹോർമോൺ. ലിപ്പിഡ് സൊലബിൾ ഹോർമോണിന്റെ എക്സാമ്പിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇൻസുലിൻ, കാൽസിട്ടോണിൻ, TSH, കാൽസിട്രയോൾ. ഇതിൽ ആരായിരിക്കും ലിപ്പിഡ് സൊലബിൾ ആയിട്ടുള്ള ഹോർമോൺ വരുന്നത്? ഇൻസുലിൻ ആണോ, കാൽസിട്ടോണിൻ ആണോ, TSH ആണോ, അതോ കാൽസിട്രയോൾ ആണോ? ആരാ ലിപ്പിഡ് സൊലബിൾ ഹോർമോൺ ആയിട്ടിരിക്കുന്നത്? ഇറ്റ് ഈസ് നൺ അതർ ദാൻ ആരാ? കാൽസിട്രയോൾ ആണ് അല്ലേ? ലിപ്പിഡ് സൊലബിൾ ഹോർമോൺ ഏതാണ്? ഇറ്റ് ഈസ് കാൽസിട്രയോൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. 16ാമത്തെ ക്വസ്റ്റ്യൻ. IGF സ്റ്റാൻഡ്സ് ഫോർ. എന്താണ് IGFന്റെ ഫുൾ ഫോം എന്നാ ചോദിച്ചിരിക്കുന്നത്? ഇന്റർ സെല്ലുലാർ ഗ്രോത്ത് ഫാക്ടർ, ഇൻട്രാ സെല്ലുലാർ ഗ്രോത്ത് ഫാക്ടർ, ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ, ഇൻഹിബിറ്റിംഗ് ഗ്ലൂക്കഗൺ ഫാക്ടർ. ഇതിൻ്റെ ഒക്കെ ഓപ്ഷൻസ് ഉണ്ടാക്കാൻ ഞാൻ പെട്ട പണി കുറച്ചൊന്നല്ല കേട്ടോ, കാരണം ഇതേപോലത്തെ വേണ്ടേ. അപ്പം എന്താ ആൻസർ? എന്താ? IGFന്റെ ഫുൾ ഫോം സിമ്പിൾ. ഇൻസുലിൻ്റെ ഫങ്ഷൻസ് മീഡിയേറ്റ് ചെയ്യുന്നത് ഈ ഒരു IGFൽ കൂടെയാണ്. അപ്പോൾ തന്നെ നമുക്കൊരു ആൻസറിൻ്റെ ക്ലൂ കിട്ടി അല്ലേ? എന്തായിരിക്കും ആൻസർ? ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ. IGFന്റെ ഫുൾ ഫോം എന്താ വരുന്നത്? ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ. ഓക്കെ, ഇനി 17ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് അമംഗ് ദി ഫോളോയിങ് ഇസ് കറക്റ്റ്ലി പെയർഡ്. കറക്റ്റ്ലി പെയർഡ് ആയിട്ടുള്ള ഓപ്ഷൻ വേണം നമ്മൾ കണ്ടുപിടിക്കാൻ. നമുക്കെല്ലാം നോക്കാം. ഫസ്റ്റ് വൺ ട്രൈ അയഡോ തൈറോണിൻ ആണ്. പാരാതൈറോയ്ഡ് ഗ്ലാൻഡ്. പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് ആണോ T3നെ സെക്രീറ്റ് ചെയ്യുന്നത്? അല്ല. പിന്നെ ആരാ? തൈറോയിഡ് ഗ്ലാൻഡ് ആണ് അല്ലേ? അപ്പൊ ഫസ്റ്റ് ഇതിൽ തന്നെ നമുക്ക് മനസ്സിലായി ഓപ്ഷൻ A തെറ്റാണ്. എങ്കിലും ബാക്കിയുള്ളൊന്നും കൂടെ നോക്കാം. ഗോണാഡോട്രോഫിൻ റിലീസിങ് ഹോർമോൺ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി, അതും എന്താ? ആന തെറ്റാണ് അല്ലേ? വാസോപ്രസിൻ ഹൈപ്പോതലാമസ്, അതും എന്താ? പിന്നെയും തെറ്റി. ഗ്ലൂക്കഗൺ ലിവർ, അതും എന്താ? പിന്നെ തെറ്റി. ഈ ഒരു ഓപ്ഷനിൽ എല്ലാ മാച്ചും അല്ല എല്ലാ പെയറും എന്താണ്? തെറ്റാണ് അല്ലേ? ഗോണാഡോട്രോഫിൻ റിലീസിങ് ഹോർമോൺ എവിടുന്ന? ഹൈപ്പോതലാമസ് ആണ്. വാസോപ്രസിൻ ആണെങ്കിൽ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ആണ്. ഗ്ലൂക്കഗൺ ആണെങ്കിലോ പാൻക്രിയാസ് ആണ്. സോ ഈ ഒരു ഓപ്ഷൻ അല്ല നമ്മുടെ ആൻസർ. അടുത്തത് ഇൻസുലിൻ പാൻക്രിയാസ്, അത് കറക്റ്റ് ആണ് അല്ലേ? ഇനി HCG ഓവറി, അതും കറക്റ്റാ. റെനിൻ ലിവർ, അത് കറക്റ്റ് ആണോ? അല്ല. റെനിൻ എവിടുന്ന? കിഡ്നി ആണ്. അപ്പൊ അത് തെറ്റിപ്പോയി. ഗ്യാസ്ട്രിൻ പാൻക്രിയാസ് ആണോ? അല്ല, അതും തെറ്റിപ്പോയി. ഗ്യാസ്ട്രിൻ എവിടെ നിന്നാ? സ്റ്റൊമക്കിൽ നിന്നാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബിയും അല്ല. ഇനി ഓപ്ഷൻ സിയിലോട്ട് പോവാം. കാൽസിട്ടോണിൻ കിഡ്നി. കാൽസിട്ടോണിൻ കിഡ്നി ആണോ? അല്ല. കാൽസിട്ടോണിൻ എവിടെയാ? തൈറോയിഡ് ഹോർമോൺ ആണ്. കിഡ്നിയിൽ നിന്ന് എന്താ വരുന്ന? കാൽസിട്രയോൾ ആണ്. അപ്പൊ അതും തെറ്റി. അടുത്തത് തൈറോക്സിൻ തൈറോയ്ഡ് ഗ്ലാൻഡ്, T4 തൈറോയ്ഡ് ഗ്ലാൻഡിൽ നിന്നും, അത് കറക്റ്റ് ആണ് അല്ലേ? ഇനി തൈറോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ, അത് ആന്റീരിയർ പിറ്റ്യൂട്ടറി ആണോ? അല്ല. അത് ആരുടെ ആളാ? ഹൈപ്പോതലാമസിന്റെ ആളാ. TSH ഹൈപ്പോതലാമസ് ആണോ? അല്ല. TSH പകരം എവിടെ നിന്നാ? ആന്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്നാ. അപ്പൊ നമ്മുടെ ഓപ്ഷൻ സിയും തെറ്റിപ്പോയി. ഇനി ലാസ്റ്റത്തെ നമ്മുടെ ഓപ്ഷൻ ഡി ഉണ്ട്, അതാണ് കറക്റ്റ് ഉത്തരം. നമുക്ക് മനസ്സിലായി, എങ്കിലും നമുക്ക് നോക്കാം. TSH എവിടെ നിന്നാ? ആന്റീരിയർ പിറ്റ്യൂട്ടറി, ശരിയാണ് അല്ലേ?
കോർട്ടിക്കോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ എവിടെ നിന്ന്? ഹൈപ്പോതലാമസ്. റിലീസിങ് എന്ന് ഏതൊക്കെ ഹോർമോണിന്റെ കൂടെ പേര് വരുന്നുണ്ടോ അവരൊക്കെ എവിടെ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഹൈപ്പോതലാമസിൽ നിന്ന്. അതേപോലെ സ്റ്റിമുലേറ്റിംഗ് എന്ന പേരിൽ വരുന്നുണ്ടെങ്കിൽ ആ ഹോർമോൺസ് ഒക്കെ എവിടെ നിന്നാണ്? നമ്മുടെ പിറ്റ്യൂട്ടറി, SP, സ്വയം പൊക്കി എന്ന് ആലോചിച്ചാൽ മതി. സ്റ്റിമുലേറ്റിംഗ് വരുന്നുണ്ടെങ്കിൽ എന്താണത്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്നും. ഓക്കെ. ഇനി തൈമോപോയിറ്റിൻ, നമ്മൾ യുവത്വ ഹോർമോൺ എന്നൊക്കെ പറയും. നമ്മൾ യുവത്വം നിലനിർത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺ ആണ് തൈമോപോയിറ്റിൻ. നമ്മൾ ഏജ് ആവുന്നതിനനുസരിച്ചിട്ട് ഈ ഒരു തൈമോപോയിറ്റിന്റെ സിന്തസിസ് നമ്മുടെ ബോഡിയിൽ കുറഞ്ഞു വരും. അപ്പൊ തൈമോപോയിറ്റിൻ എന്ന ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാ? തൈമസ് ഗ്ലാൻഡ് ആണ്. ഏത് ഗ്ലാൻഡ് ആണ്? തൈമസ് ഗ്ലാൻഡ്. ആൻഡ് കാൽസിട്ടോട്ടിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാ? ഇറ്റ് ഇസ് തൈറോയിഡ് ഗ്ലാൻഡ്. അപ്പൊ ഇതാണ് അല്ലെ എല്ലാ ഹോർമോൺ അതിന്റെ ഗ്ലാൻഡിനുമായിട്ട് കറക്റ്റ് മാച്ച് ചെയ്തിരിക്കുന്നത്. സോ ഏതാ നമ്മുടെ ആൻസർ? ഇറ്റ് ഇസ് ഓപ്ഷൻ ഡി. ഓക്കെ. 18ാമത്തെ ക്വസ്റ്റ്യൻ. ഡാഷ് സ്റ്റിമുലേറ്റ്സ് പ്രൊജസ്ട്രോൺ റിലീസ് ഫ്രം പ്ലാസെന്റ. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കുക. പ്ലാസെന്റയിൽ നിന്നും പ്രൊജസ്ട്രോണിന്റെ റിലീസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് ആരാണ്? ഐ തിങ്ക് ദിസ് ക്വസ്റ്റ്യൻ വിൽ ബി ക്വൈറ്റ് കൺഫ്യൂസിങ് ആയിരിക്കും. HCG ഉണ്ട്, FSH ഉണ്ട്, LH ഉണ്ട്, ഗൊണാഡ്സ് ഉണ്ട്. ഇതിൽ ഈ 3 ഓപ്ഷൻസും തമ്മിൽ ഇങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. കറങ്ങണ്ട, കറക്റ്റ് പഠിച്ചാൽ മതി, അപ്പൊ പിന്നെ കറങ്ങൂല. ഓക്കെ. അപ്പൊ പ്ലാസെന്റയിൽ നിന്നും പ്രൊജസ്ട്രോണിന്റെ റിലീസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് ആരാ? HCG ആണോ? FSH ആണോ? LH ആണോ? ഇറ്റ് ഇസ് നൺ അതർ ദാൻ നമ്മുടെ ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോഫിൻ ആയിട്ടുള്ള HCG എന്ന ഹോർമോൺ ആണ് ഈ ഒരു പണി ഇവിടെ ചെയ്തു വെക്കുന്നത്. ഓക്കെ. 19ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. അൽഹംദുലില്ലാ ഈ ഒരു ക്വസ്റ്റ്യന്റെ 4 ഓപ്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ. ഇപ്രാവശ്യം നമുക്ക് കുഴപ്പമില്ല, 4 ഓപ്ഷൻസ് അവിടെ വന്നു. Which among the following hormone promotes calcium absorption from intestine? ഇപ്പോൾ കുറച്ച് ടഫ് ക്വസ്റ്റ്യൻ ആണ്, ബിക്കോസ് കൺഫ്യൂസിങ് ആണ്. ടഫ് അല്ല, കൺഫ്യൂസിങ് ആണെന്ന് പറയാം. ഇൻഡസ്റ്റൈനിൽ നിന്നും കാൽഷ്യം അബ്സോർപ്ഷന് പ്രൊമോട്ട് ചെയ്യുന്ന ഹോർമോൺ ഏതാണ്? ഇൻഡസ്റ്റൈനിൽ നിന്നും കാൽഷ്യം അബ്സോർപ്ഷന് പ്രൊമോട്ട് ചെയ്യുന്ന ഹോർമോൺ ആരാ? കാൽസിട്രയോൾ, കാൽസിറ്റോണിൻ, തൈറോക്സിൻ, പാരാത്തോർമോൺ. എല്ലാവർക്കും കാൽഷ്യത്തിനുമായിട്ട് കുറച്ചിങ്ങനെ ബന്ധം വരുന്ന ഹോർമോൺസ് ഓപ്ഷൻസിൽ കിടക്കുന്നത്. പക്ഷെ ആരുടെയാണ് കറക്റ്റ് ഈ ഒരു ഫംഗ്ഷൻ? ഇൻഡസ്റ്റൈനിൽ നിന്നുള്ള കാൽഷ്യം അബ്സോർപ്ഷന് പ്രൊമോട്ട് ചെയ്യുക എന്ന ഫംഗ്ഷൻ വരുന്ന ഹോർമോൺ ആരാ ഇതില്? കാൽസിട്രയോൾ ആണോ? കാൽസിറ്റോണിൻ ആണോ? തൈറോക്സിൻ എല്ലാം ഏറെക്കുറെ നമുക്ക് ഉറപ്പിക്കാം, ബിക്കോസ് അതിനങ്ങനെ കാൽഷ്യത്തിനുമായിട്ട് ഡയറക്റ്റ് ഫങ്ഷൻസ് ഒന്നും കിടക്കുന്നില്ല. ഇനി പാരാത്തോർമോൺ. 3 ആൾക്കാരുണ്ട്. ഇതിൽ ആരായിരിക്കും? ഓക്കെ. അപ്പൊ ഏതായിരിക്കും നമ്മുടെ ആൻസർ വരുന്നത്? ഇറ്റ് ഇസ് കാൽസിട്രയോൾ ആണ് കേട്ടോ. ഇൻഡസ്റ്റൈനിൽ നിന്നും കാൽഷ്യത്തിന്റെ അബ്സോർപ്ഷനെ പ്രൊമോട്ട് ചെയ്യുന്നത് ആരാണ്? കാൽസിട്രയോൾ. ഓക്കെ. ഇനി അടുത്തതാണ് ഗ്രൂപ്പ് 2 ഹോർമോൺസ് ആർ. ഗ്രൂപ്പ് 2 ഹോർമോൺസ് ഫാറ്റ് സൊല്യൂബിൾ, വാട്ടർ സൊല്യൂബിൾ, ആൽക്കഹോൾ സൊല്യൂബിൾ, ഓൾ ഓഫ് ദി അബവ്. സിമ്പിൾ ആണ്. ഗ്രൂപ്പ് 2 ഹോർമോൺസ് എന്തിലാണ് സൊല്യൂബിൾ ആയിട്ടിരിക്കുന്നത്? ഫാറ്റിലാണോ? വാട്ടർ ആണോ? ആൽക്കഹോൾ ആണോ? അതെല്ലാത്തിലും സൊല്യൂബിൾ ആണോ? ഏതിലാണ്? ഇറ്റ് ഇസ് വാട്ടർ സൊല്യൂബിൾ ആണ് അല്ലെ. ഏതിലാണ് സൊല്യൂബിൾ ആയിട്ടിരിക്കുന്നത്? വാട്ടർ സൊല്യൂബിൾ. 21ാമത്തെ ക്വസ്റ്റ്യൻ. Which among the following hormone bind to a cell surface receptor? സെൽ സർഫസ് റിസപ്റ്ററുമായിട്ട് ബൈൻഡ് ചെയ്യുന്ന ഹോർമോൺ ഏതാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സെൽ സർഫസ് റിസപ്റ്റർ ആണ്. ആന്റി ഡയൂററ്റിക് ഹോർമോൺ ഉണ്ട്, ഈസ്ട്രജൻ, തൈറോക്സിൻ, കാൽസിട്രയോൾ. ആരാണ് സെല്ലിന്റെ സർഫസിൽ കാണുന്ന റിസപ്റ്ററുമായിട്ട് ബൈൻഡ് ചെയ്യുന്ന ഹോർമോൺ? ആന്റി ഡയറക്റ്റ് ഹോർമോൺ ആണോ? ഈസ്ട്രജൻ ആണോ? തൈറോക്സിൻ ആണോ? കാൽസിട്രയോൾ ആണോ? ആരാണ്? ആന്റി ഡയൂററ്റിക് ഹോർമോൺ ആണ് അല്ലെ. ആരാണ്? ആന്റി ഡയൂററ്റിക് ഹോർമോൺ. അടുത്തത് HRE സ്റ്റാൻഡ്സ് ഫോർ. സിമ്പിൾ ആണ്. വാട്ട് ഇസ് ദ ഫുൾ ഫോം ഓഫ് HRE? ഹോർമോൺ റെസ്പോൺസീവ് എലമെന്റ്, ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് എലമെന്റ്, നൺ ഓഫ് ദി അബവ്. ഒരു ഓപ്ഷൻ മിസ്സിംഗ് ആണ്, എങ്കിലും നമ്മുടെ ശരി ഉത്തരം ഇവിടെ ഉണ്ട്. ഏതാണ് കറക്റ്റ് ആൻസർ? HRE ഫുൾ ഫോം എന്താണ്? ഇറ്റ് ഈസ് ഹോർമോൺ റെസ്പോൺസീവ് എലമെന്റ്. നമ്മൾ DNA കാണുന്ന ഒരു സ്പെസിഫിക് റീജിയൻ ആണ് വേർ ഹോർമോൺ ബൈൻഡ്സ് അല്ലെ. ഹോർമോൺ വന്ന് ബൈൻഡ് ചെയ്യുന്ന DNA സ്പെസിഫിക് റീജിയനെയാണ് നമ്മൾ HRE അഥവാ ഹോർമോൺ റെസ്പോൺസീവ് എലമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. TRH പ്രൊമോട്ട്സ് ദ റിലീസ് ഓഫ്. TRH എന്ന് പറഞ്ഞാൽ ഏതാ? തൈറോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ. ഈ ഒരു ഹോർമോൺ എന്തിന്റെ റിലീസിനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്?
കോർട്ടിക്കോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ, തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, T3, T4. ഇതിൽ ആരെയായിരിക്കും TRH പ്രൊമോട്ട് ചെയ്യുന്നത്, റിലീസിനെ പ്രൊമോട്ട് ചെയ്യുന്നത്? TRHന്റെ സിന്തസിസ് നടക്കുന്നത് ഹൈപ്പോതലാമസിൽ നിന്നുമാണ്. സോ TRH നേരെ എവിടെ പോവും? ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ പോവും. ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്നും TSHന്റെ റിലീസിനെ പ്രൊമോട്ട് ചെയ്യുന്നു അല്ലേ? അങ്ങനെയല്ലേ? TRH ആരുടെ റിലീസിനെ പ്രൊമോട്ട് ചെയ്യുന്നത്? TSHന്റെ റിലീസിനെ പ്രൊമോട്ട് ചെയ്യും. TSH നേരെ എന്ത് ചെയ്യുന്നു? തൈറോയ്ഡ് ഗ്ലാൻഡിൽ പോയിട്ട് അവിടെ നിന്നും T3ന്റെയും T4ന്റെയും റിലീസിനെ പ്രൊമോട്ട് ചെയ്യുന്നു. ഓക്കെ. 24ാമത്തെ ക്വസ്റ്റ്യൻ, ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ. എന്താ ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ ചെയ്യുക? increases blood pressure, increases water reabsorption by kidneys, both A and B, none of the above. ഏതാ വരിക? increases water reabsorption by kidneys ആണ് അല്ലേ? നമ്മുടെ ADHന്റെ ദ മെയിൻ ഫങ്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിഡ്നി വാട്ടർ റീഅബ്സോർപ്ഷൻ ചെയ്യുന്നത് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ അത് കൂടാതെ ആൻറ്റി ഡയറക്റ്റ് ഹോർമോൺ എന്തും കൂടെ ചെയ്യുന്നുണ്ട്? BP റെഗുലേഷൻ, ബ്ലഡ് പ്രഷർ റെഗുലേഷൻ കൂടെ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് റെഗുലേറ്റ് ചെയ്യുന്നത്? ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്തുകൊണ്ട് ആണ് അല്ലേ? അപ്പോൾ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻറ്റി ഡയറക്റ്റ് ഹോർമോണിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് മാത്രം അങ്ങനെയൊന്നും ചോദിച്ചിട്ടില്ല. ആൻറ്റി ഡയറക്റ്റ് ഹോർമോൺ ഡാഷ് എന്നാ. അപ്പോൾ ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, അതേപോലെ വാട്ടർ റീഅബ്സോർപ്ഷനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അല്ലേ? ഇത് രണ്ടും ആൻറ്റി ഡയറക്റ്റ് ഹോർമോൺ ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ആൻസർ ഏതാ വരിക? ബോത്ത് A and B ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ. ഇനി നമ്മുടെ 25ാമത്തെ ക്വസ്റ്റ്യൻ ഒരു ഓപ്ഷൻ മിസ്സിംഗ് ആണ്. എല്ലാവരും ക്ഷമിക്കുക കേട്ടോ, നമ്മളിത് ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാ പറ്റുന്നുള്ളൂ. Which among the following is not an action of glucagon? ഗ്ലൂക്കഗണിന്റെ ആക്ഷൻ അല്ലാത്തത് ഏതാണ്? ഗ്ലൂക്കഗൺ എന്താ ചെയ്യുക? നമ്മുടെ ബ്ലഡിലുള്ള ഗ്ലൂക്കോസിന്റെ അളവ് ഇൻക്രീസ് ചെയ്യിക്കുക. ഗ്ലൂക്കോസിന്റെ അളവ് കുറഞ്ഞു കഴിയുമ്പോൾ അതിനെ ഇൻക്രീസ് ചെയ്യിക്കലാണ് ആരുടെ പണി? ഗ്ലൂക്കഗണിന്റെ പണി. പാൻക്രിയാസിൽ നിന്നും സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ആണ് ഗ്ലൂക്കഗൺ. സ്റ്റിമുലേറ്റ്സ് ലിപ്പോജെനസിസ്, സ്റ്റിമുലേറ്റ്സ് ഗ്ലൈക്കോജിനോലൈസിസ്, ഇൻക്രീസ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ. ഇപ്പോൾ ഗ്ലൂക്കഗൺ എന്താ ചെയ്യുക? കുറേ കാര്യങ്ങൾ ചെയ്യും. ആ കാര്യങ്ങളുടെ ഫൈനൽ എയിം എന്തായിരിക്കും? ബ്ലഡിലുള്ള ഗ്ലൂക്കോസിന്റെ അളവ് കൂട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ഗ്ലൈക്കോജിനോലൈസിസ് സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഗ്ലൈക്കോജന്റെ ബ്രേക്ക് ഡൗൺ നടന്നു കഴിഞ്ഞാൽ അവിടെ എന്താ പ്രൊഡ്യൂസ് ചെയ്യുക? ഗ്ലൂക്കോസ് ആണ് അല്ലേ? അപ്പോൾ ഗ്ലൂക്കോസ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യിക്കുന്നുണ്ട് അവിടെ. രണ്ടാമതാണെങ്കിൽ ബ്ലഡിലുള്ള ഗ്ലൂക്കോസിന്റെ അളവ് കൂട്ടും. രണ്ടാമതല്ല, ഇൻക്രീസസ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ എന്ന് പറയുമ്പോൾ ബ്ലഡിലുള്ള ഗ്ലൂക്കോസിന്റെ അളവ് കൂട്ടുന്നു. ഇത് രണ്ടും എന്ത് ചെയ്യാണ്? ഗ്ലൂക്കഗന്റെ ആക്ഷൻ ആണ്. ഏതാ ഗ്ലൂക്കഗന്റെ ആക്ഷൻ അല്ലാത്തത്? സ്റ്റിമുലേറ്റ് ലിപ്പോജെനസിസ്. ഗ്ലൂക്കോസ് യൂസ് ചെയ്തിട്ട് ലിപ്പിഡ്സിന്റെ സിന്തസിസിന് സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. ബിക്കോസ് ഗ്ലൂക്കോസിന്റെ ആവശ്യം എന്താണ്? ഗ്ലൂക്കോസിന്റെ അളവ് കൂട്ടുകയാണ്. അപ്പോൾ ഗ്ലൂക്കോസിൽ നിന്നും ഒന്നിനെ സിന്തസൈസ് ചെയ്യാൻ ഗ്ലൂക്കഗൺ ഇഷ്ടപ്പെടുന്നില്ല, പകരം ഗ്ലൂക്കോസിന്റെ സിന്തസിസ് ആണ് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ഏതാണ് ഗ്ലൂക്കഗന്റെ ആക്ഷനിൽ പെടാത്തത്? ഏതാണ്? ഇറ്റ് ഈസ് സ്റ്റിമുലേറ്റ്സ് ലിപ്പോജെനസിസ്. ഗ്ലൂക്കഗൺ ലിപ്പോലൈസിസ് ആണ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്, ലിപ്പോജെനസിസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നില്ല. ഓക്കെ. അടുത്തതാണ് കോൾസിസ്റ്റോകൈൻ, അല്ലെങ്കിൽ നമുക്ക് കോളിസിസ്റ്റോകൈൻ എന്നും പറയാം കേട്ടോ. ഈസ് ഒറിജിനേറ്റഡ് ഫ്രം. എവിടെ നിന്നാണ് കോൾസിസ്റ്റോകൈനിന്റെ സെക്രീഷൻ നടക്കുന്നത്? പാൻക്രിയാസ്, ലിവർ, സ്റ്റൊമക്, ഇൻറ്റസ്റ്റൈൻ. എവിടെ നിന്നാ കോളിസിസ്റ്റോകൈനിൻ എവിടെ നിന്നും ഒറിജിനേറ്റ് ചെയ്യുന്നു? നമ്മുടെ ഡൈജഷനൊക്കെ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് കോളിസിസ്റ്റോകൈനിൻ. പാൻക്രിയാസ് ആണോ, ലിവർ ആണോ, സ്റ്റൊമക് ആണോ, ഇൻറ്റസ്റ്റൈൻ ആണോ? ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? അപ്പോൾ ഏതാണെന്ന് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക കേട്ടോ. ഓൾറെഡി നിങ്ങൾക്ക് ആൻസർ അറിയുന്നുണ്ടാവും, ബട്ട് സിമ്പിൾ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പിന്നെയും ഒരു ഇപ്പോൾ നിങ്ങൾ മറന്നിട്ടുണ്ടെങ്കിൽ പിന്നെയും ഒരു ക്യൂരിയോസിറ്റി തരാൻ വേണ്ടിയിട്ട് ആൻസർ ഞാൻ ഇപ്പോൾ റിവീൽ ചെയ്യുന്നില്ല. ആൻസർ എല്ലാവരും മനസ്സിൽ കണ്ടുപിടിച്ചോ. ഓക്കെ. ഇനി അടുത്തതാണ് 27. ദ കറക്റ്റ്ലി മാച്ച്ഡ് പെയർ ഈസ്. കറക്റ്റായിട്ട് മാച്ച് ചെയ്ത് വെച്ചിരുന്ന പെയർ വേണം കണ്ടുപിടിക്കാൻ. അഡ്രിനൽ ഗ്ലാൻഡ് നോറെപ്പിനെഫ്രിൻ, പാരാതൈറോയിഡ് ഗ്ലാൻഡ് ട്രൈഐഡോതൈറോണിൻ, പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി പ്രൊലാക്റ്റിൻ, ഹൈപ്പോതലാമസ് ഗ്രോത്ത് ഹോർമോൺ. ഓപ്ഷൻസ് വായിച്ചപ്പോൾ എന്നെ മനസ്സിലായി കറക്റ്റ് ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ എ ആണ് അല്ലേ? ബിക്കോസ് നോർ എപ്പിനെഫ്രിന്റെ പ്രൊഡക്ഷൻ നടക്കുന്നത് അഡ്രീനൽ ഗ്ലാൻഡിലാണ്. ട്രൈഐഡോതൈറോണിൻ എവിടെയാണ്? തൈറോയിഡ് ഗ്ലാൻഡിലാണ്. പ്രൊലാക്റ്റിൻ എവിടെയാണ്? ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ആണ്. ഗ്രോത്ത് ഹോർമോൺ എവിടെയാണ്? ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ആണ്. അപ്പോൾ ഈ 3 ഓപ്ഷൻസും തെറ്റാണ്. കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ എ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തതിലുണ്ടല്ലോ വലിയൊരു അമളി പറ്റിപ്പോയി. ഇതിൽ ക്വസ്റ്റ്യൻ ഇല്ല, ഞാൻ ഇപ്പം എന്ത് ചെയ്യും? അപ്പോൾ ഓപ്ഷൻസ് ആയിട്ട് ബൈ പ്രോട്ടീൻസ്, ഫ്രീ ഇൻ പ്ലാസ്മ,
ബോത്ത് എ ആൻഡ് ബി, നൺ ഓഫ് ദി അബവ്. അപ്പൊ ആൻസറിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താ ക്വസ്റ്റ്യൻ മനസ്സിലായോ എല്ലാവർക്കും? എങ്ങനെയാണ് ഹോർമോൺസിന്റെ ട്രാൻസ്പോർട്ട് നമ്മുടെ ബോഡിയിൽ നടക്കുന്നത് എന്നാണ്. അപ്പോൾ ഇതിന്റെ ആൻസർ വരുന്നത് ബോത്ത് എ ആൻഡ് ബി. അങ്ങനെയാണ് എനിക്ക് ക്വസ്റ്റ്യൻ ഇങ്ങനെ ഓർത്തെടുക്കാൻ പറ്റിയത്. നമ്മളിത് ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്തിട്ട് കുറച്ചായിട്ടോ, അപ്പോൾ അതുകൊണ്ട് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. എൻ്റെ ഓർമ്മയിലുള്ളത് ഇങ്ങനെയാണെന്ന് വിചാരിക്കുന്നത്. ബോത്ത് എ ആൻഡ് ബി ആണ് ആൻസർ. അപ്പോൾ ക്വസ്റ്റ്യൻ എന്തായിരിക്കും വരിക? ഹൗ ഹോർമോൺസ് ആർ ട്രാൻസ്പോർട്ടഡ്. എങ്ങനെയാണ് ഹോർമോൺസിനെ, ചിലപ്പോൾ പ്രോട്ടീൻസ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്, ചില ഹോർമോൺസ് ആണെങ്കിൽ പ്ലാസ്മയിൽ ഫ്രീ ആയിട്ടും ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതാണ് നമ്മുടെ ആൻസർ വരിക? ബോത്ത് എ ആൻഡ് ബി ആണ്. ഇവിടെ ആൻസറിനല്ല പ്രസക്തി, ക്വസ്റ്റ്യൻ ആണ് പ്രസക്തി. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തതാണ് നമ്മുടെ 29ാമത്തെ ക്വസ്റ്റ്യൻ. The hormone which helps in maintaining sleep-awake cycle of our body. നമ്മൾ ഇപ്പോൾ എണീക്കാനും ഉറങ്ങാനും ഒക്കെ വേണ്ടി സഹായിക്കുന്ന ഹോർമോൺ. നമ്മുടെ ബോഡിക്ക് ഒരു പാറ്റേൺ ഉണ്ട് അല്ലേ? നമ്മൾ എന്നും രാവിലെ ഒരു ദിവസം എണീറ്റ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമ്മൾ നേരത്തെ എണീക്കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി എണീറ്റ് പോകും. അപ്പോൾ ഇതൊക്കെ ആരാ ചെയ്യുന്ന ഒരു ഹോർമോണാണ്. അതാരാ? മെലാനിൻ, മെലാട്ടോണിൻ, റെനിൻ, ഇൻഹിബിൻ. അപ്പൊ ഇങ്ങനെ 4 ഹോർമോൺസ് ഉണ്ട്. ഇതിൽ ഏതാ നമ്മുടെ ആൻസർ വരുന്നത്? ആരായിരിക്കും? ഇറ്റ് ഈസ് മെലാട്ടോണിൻ ആണ് അല്ലേ? ആരാണ്? മെലാട്ടോണിൻ. ഇപ്പൊ നമ്മള് ചില ആൾക്കാർക്ക്, ഉറക്കക്കുറവുള്ള ആൾക്കാർക്ക് ഉറക്ക ഗുളിക കഴിക്കാറുണ്ട്. അതിൽ മെയിൻ കണ്ടന്റ് ഒരു മെലാട്ടോണിൻ ആണ്, നമുക്ക് ഉറങ്ങാനൊക്കെ വേണ്ടി സഹായിക്കുന്നത്. അപ്പൊ നമ്മുടെ ബോഡിന്റെ സ്ലീപ്പ് എവൈക്ക് സൈക്കിളിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്? ഇറ്റ് ഈസ് മെലാട്ടോണിൻ. ഓക്കെ, 30ാമത്തെ ക്വസ്റ്റ്യൻ. The hormone involved in regulating metabolism of body metabolism regulationൽ ഇൻവോൾവ് ആയിട്ടുള്ള ഹോർമോൺ. ACTH, TSH, T3, ഗ്രോത്ത് ഹോർമോൺ. ഇതിൽ ആരാണ്? വളരെ സിമ്പിൾ ആണ്, നമ്മൾ പഠിച്ചതാണ്. മെറ്റബോളിസം റെഗുലേറ്റ് ചെയ്യാൻ ഏറ്റവും അധികം ഇൻവോൾവ് ആയിട്ടുള്ള ഹോർമോൺസ് തൈറോയിഡ് ഹോർമോൺസ് ആണ്. T3 ആൻഡ് T4 ആണ് അല്ലേ? അപ്പോൾ ഏതാ നമ്മുടെ ആൻസർ വരിക? T3 ആൻഡ് T4ന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളാണ് നമ്മുടെ ബോഡിയിൽ മെറ്റബോളിസം റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളത്. സോ ആൻസർ ഏതാ വരിക? T3. പിന്നെ ക്ലാസ് തുടങ്ങുമ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു, 30 ക്വസ്റ്റ്യൻസേ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ളൂ. പക്ഷെ അതെനിക്ക് പറ്റിയൊരു മിസ്റ്റേക്കാണ്. ഞാൻ പെട്ടെന്ന് പേജ് 30 ടോട്ടൽ കണ്ടപ്പോഴേ ഞാൻ 30 ക്വസ്റ്റ്യൻസ് ആവുമെന്ന് വിചാരിച്ചു പോയി. പക്ഷെ 30 ക്വസ്റ്റ്യൻസ് അല്ല കേട്ടോ, 60 ക്വസ്റ്റ്യൻസ് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മുടെ 2-3 ക്ലാസ്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം നോക്കാം. ഗ്ലൈക്കോസിലേഷൻ ഈസ് എ ഡാഷ്. എന്നാണ് ഗ്ലൈക്കോസിലേഷൻ? ട്രാൻസ്ക്രിപ്ഷണൽ പ്രോസസ്, പോസ്റ്റ് ട്രാൻസ്ലേഷണൽ മോഡിഫിക്കേഷൻ, എൻസൈം ആക്ടിവേഷൻ റിയാക്ഷൻ, ഓൾ ഓഫ് ദി അബവ്. എന്താ ഗ്ലൈക്കോസിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രാൻസ്ക്രിപ്ഷനൊക്കെ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ട്രാൻസ്ലേഷനൊക്കെ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. എന്താണ് ഗ്ലൈക്കോസിലേഷൻ? ഒരു പോസ്റ്റ് ട്രാൻസ്ലേഷണൽ മോഡിഫിക്കേഷൻ ആണ് അല്ലേ? നമ്മുടെ ബോഡിയിൽ ട്രാൻസ്ലേഷൻ ചെയ്ത് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ആ പ്രോസസ്സ് നടന്നു കഴിയുമ്പോൾ അതിനുശേഷം ചില മോഡിഫിക്കേഷൻസ് നടക്കുന്നുണ്ട്, ചില കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ പോസ്റ്റ് ട്രാൻസ്ലേഷണൽ മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതിൽ വരുന്ന ഒന്നാണ് എന്ത്? ഗ്ലൈക്കോസിലേഷൻ. ഓക്കെ, ഇനി 32. ഡിക്രീസ് ഇൻ ദ നമ്പർ ഓഫ് TSH പ്രൊഡ്യൂസിങ് സെൽസ് ഇൻ ദ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ലീഡ് ടു. ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ TSHനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെല്ലിൻ്റെ എണ്ണം കുറഞ്ഞു. അപ്പം എന്താണ് സംഭവിക്കുക? ലോ TSH പ്രൊഡക്ഷൻ, ഹൈ TSH പ്രൊഡക്ഷൻ, ലോ തൈറോയിഡ് ഹോർമോൺസ്, ബോത്ത് A ആൻഡ് C. എന്താ സംഭവിക്കുക? TSH പ്രൊഡ്യൂസ് ചെയ്യുന്ന സെല്ലിൻ്റെ എണ്ണം കുറഞ്ഞു. അപ്പം എന്താ സംഭവിക്കുക? TSH പ്രൊഡ്യൂസ് ചെയ്യുന്ന സെല്ലില്ല, അപ്പോൾ അവിടെ TSHന്റെ പ്രൊഡക്ഷൻ നടക്കുമോ? ഇല്ല അല്ലേ? അപ്പം എന്താ സംഭവിക്കുന്നത്? ലോ TSH പ്രൊഡക്ഷൻ. TSHന്റെ പ്രൊഡക്ഷൻ എന്ത് ചെയ്യുന്നു? കുറയുന്നു. ഓക്കെ, TSH പ്രൊഡക്ഷൻ എന്താ സംഭവിക്കുക? TSH പ്രൊഡക്ഷൻ കുറയും. ഓക്കെ, ഇനി അടുത്തത് 33ാമത്തെ ക്വസ്റ്റ്യൻ. എ മേജർ സൈറ്റ് ഓഫ് ഹോർമോൺ ഡീഗ്രഡേഷൻ. നമ്മുടെ ബോഡിയിൽ ഹോർമോൺസിന്റെ ഡീഗ്രഡേഷൻ മെയിൻ ആയിട്ട് നടക്കുന്നത് എവിടെയാണ്? കിഡ്നി ആണോ, RBC ആണോ, ലിവർ ആണോ, ബ്രെയിൻ ആണോ? എവിടെയാണ് ഹോർമോൺ ഡീഗ്രഡേഷൻ നടക്കുന്ന മെയിൻ സൈറ്റ് ആണ്? ഏതാണ്? ഇറ്റ് ഈസ് നൺ അതർ ദാൻ ലിവർ ആണ് അല്ലേ? എവിടെ വെച്ചിട്ടാണ്? ലിവറിലാണ് മെയിൻ ആയിട്ട് ഹോർമോൺസിന്റെ ഡീഗ്രഡേഷൻ നടക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഞാൻ എടുക്കുന്നത് സ്പീഡായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ ലാപ്പിൻ്റെ ചാർജ് തീരാനായി. നിങ്ങൾക്ക് എന്നോട് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. കുറച്ചും കൂടെ ചാർജ് കഴിഞ്ഞാൽ താനെ ഓഫാവും.
അപ്പം അതുകൊണ്ട് ഞാൻ ഈ ഒരു ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ള ഒരു ആഗ്രഹത്തോടെയാണ് വേഗം എടുത്തു പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പം പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണല്ലോ, ഓൾറെഡി നമ്മൾ പഠിച്ച ഏരിയാസ് ആണ്, നിങ്ങൾ അറ്റൻഡ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്, അപ്പം അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു. 34ാമത്തെ ക്വസ്റ്റ്യൻ, ചൂസ് എ റോങ് ഓപ്ഷൻ റിഗാർഡിംഗ് ഹോർമോൺ റിസപ്റ്റേഴ്സ്. ഹോർമോൺ റിസപ്റ്റേഴ്സിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്, അതിനെ കുറിച്ചിട്ടുള്ള തെറ്റായിട്ടുള്ള ഓപ്ഷൻ വേണം നമ്മൾ കണ്ടുപിടിക്കാൻ. Each receptor recognizes only one hormone. Each cell have only one receptor on its surface. Hormones have no direct effect on target cells. Hormone receptor complex causes a variety of alterations in target cell. അപ്പോൾ ഇതിൽ ഏതായിരിക്കും? എനിക്ക് തോന്നുന്നു ഇതിൽ ആപ്പിൽ തന്ന ആൻസറിൽ ചെറിയ ഒരു മിസ്റ്റേക്ക് ഉണ്ട് എന്ന് തോന്നുന്നുണ്ട്. ഹോർമോൺ റിസപ്റ്റേഴ്സിനെ കുറിച്ചിട്ട് തെറ്റായിട്ടുള്ള ഓപ്ഷനാണ്. ഏതായിരിക്കും നമ്മുടെ ആൻസർ? ഓരോ റിസപ്റ്ററും ഓരോ ഹോർമോണിനെയാണ് റെക്കഗ്നൈസ് ചെയ്യുന്നത്. അത് കറക്റ്റ് അല്ലേ? കാരണം സ്പെസിഫിക് ആണ്, സോ അത് കറക്റ്റാണ്. ഇനി ഈച്ച് സെൽ ഹാവ് ഓൺലി വൺ റിസപ്റ്റർ ഓൺ ഇറ്റ് സർഫസ്. അതാണ് പ്രശ്നം. ഒരു സെല്ലിൻ്റെ മേലെ ജസ്റ്റ് ഒരു റിസപ്റ്റർ മാത്രമാണോ കാണുന്നത്? ഒരിക്കലും അല്ല. ഒരു റിസപ്റ്റർ മാത്രമല്ല, വേറെയും റിസപ്റ്റർ കാണുന്നുണ്ടായിരിക്കും. സോ അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ വരുന്നത്. നെക്സ്റ്റ്, ഹോർമോൺസ് ഹാവ് നോ ഡയറക്റ്റ് ഇഫക്റ്റ് ഓൺ ടാർഗറ്റ് സെൽസ്. ഇത് ഹോർമോൺസിനെ കുറിച്ചിട്ടാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ ഹോർമോൺ റിസപ്റ്റേഴ്സിനെ കുറിച്ചിട്ടാണ്. ഇൻ ലാസ്റ്റ്, ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് കോസസ് എ വെറൈറ്റി ഓഫ് ഓൾട്രേഷൻസ് ഇൻ ടാർഗറ്റ് സെൽസ്. അതും കറക്റ്റ് ആണ് അല്ലേ? കാരണം ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ സെല്ലിൽ പല പല കൺഫർമേഷണൽ ചേഞ്ചസ് അങ്ങനെ മറ്റ് ചേഞ്ചസ് നടക്കുന്നു. അപ്പോൾ ഓപ്ഷൻ ബി ആണ് എന്ത് വരിക? നമ്മുടെ ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് അമംഗ് ദി ഫോളോയിങ് ഇസ് എ ഫീച്ചർ ഓഫ് റിസപ്റ്റർ. റിസപ്റ്ററിൻ്റെ ഫീച്ചർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഹൈ അഫിനിറ്റി ഫോർ ഹോർമോൺ, സ്പെസിഫിസിറ്റി, ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഫോർമേഷൻ, ഓൾ ഓഫ് ദി അബവ്. ഒരു റിസപ്റ്ററിന് എന്തായാലും അതിൻ്റെ ഹോർമോണുമായിട്ട് ഹൈ അഫിനിറ്റി ഉണ്ടായിരിക്കും. ഓൾസോ അതെന്താണ്? ആ ഒരു ഹോർമോണിന് സ്പെസിഫിക് ആയിരിക്കും. പിന്നെ ഹോർമോൺ റിസപ്റ്റർ ഹോർമോണുമായിട്ട് ബൈൻഡ് ചെയ്തിട്ട് ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഫോം ചെയ്യുന്നുണ്ട്. ഈ ഒരു 3 കാര്യങ്ങളും റിസപ്റ്ററിൻ്റെ ഫീച്ചറാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് എന്താ നമ്മുടെ ആൻസർ വരിക? 3 എണ്ണം കറക്റ്റ് ആണ്, അല്ലെങ്കിൽ 3ഉം റിസപ്റ്ററിൻ്റെ ഫീച്ചർ ആയതുകൊണ്ട് നമ്മുടെ ആൻസർ ഏതാ വരുന്നത്? ഇറ്റ് വിൽ ബി ഓൾ ഓഫ് ദി അബവ് ആണ് വരുന്നത്. ഓക്കെ, 36ാമത്തെ ക്വസ്റ്റ്യൻ 3 ഓപ്ഷൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്, എങ്കിലും കറക്റ്റ് ആൻസർ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ പിന്നെയും രക്ഷപ്പെട്ടു. ഐഡൻറ്റിഫൈ ദ ഇൻകറക്റ്റ് ഓപ്ഷൻ. തെറ്റായിട്ടുള്ള ഓപ്ഷൻ വേണം കണ്ടുപിടിക്കുക. ഈ ഓപ്ഷൻസ് കറക്റ്റായിട്ട് വായിച്ചു പോകണം. കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ലിപ്പോഫിലിക് ഹോർമോൺസ് ക്യാൻ പാസ് ത്രൂ സെൽ മെംബ്രെയിൻ. പാസ് ചെയ്യാൻ പറ്റുമോ? ഓഫ് കോഴ്സ് പറ്റൂല്ലേ, ബിക്കോസ് അവർ ലിപ്പോഫിലിക് ആണ്, ലിപ്പിഡ്സിൽ സൊല്യുബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? എളുപ്പം നമ്മുടെ സെൽ മെംബ്രെയിൻ പാസ് ചെയ്ത് സെല്ലിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റും. അപ്പോൾ ഇതെന്താണ്? നമ്മുടെ ആൻസർ അല്ല, ബിക്കോസ് നമുക്കിവിടെ ഇൻകറക്റ്റ് ഓപ്ഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഹൈഡ്രോഫിലിക് ഹോർമോൺസ് ആർ ലിപ്പോഫിലിക് ഇൻ നേച്ചർ. അവിടെയാണ് പ്രശ്നം കിടക്കുന്നത് അല്ലേ? ഹൈഡ്രോഫിലിക് ഹോർമോൺസ് മീൻസ് വാട്ടർ ലവിങ്, ആർ ലിപ്പോഫിലിക് നേച്ചർ. അവർ ലിപ്പിഡ് ലവിങ് ആവോ? ഒരിക്കലും ഇല്ല. ഹൈഡ്രോഫിലിക് ഹോർമോൺസ് എന്തായിരിക്കും? ലിപ്പോഫോബിക് ആയിരിക്കും, ലിപ്പോഫിലിക് ആയിരിക്കില്ല അല്ലേ? അപ്പോൾ ഏതാ നമ്മുടെ ആൻസർ? ഇൻകറക്റ്റ് ഓപ്ഷൻ ഏതാ വരുന്നത്? ഈ ഒരു ഓപ്ഷൻ ആണ് അല്ലേ? ബിക്കോസ് ഹൈഡ്രോഫിലിക് ഹോർമോൺസ് എന്താണ്? ലിപ്പോഫോബിക് ആയിരിക്കും, ലിപ്പോഫിലിക് ആയിരിക്കില്ല. ഇത് നോക്കിയേ, ലിപ്പോഫോബിക് ഹോർമോൺസ് ആർ ഹൈഡ്രോഫിലിക് ഇൻ നേച്ചർ. അത് കറക്റ്റ് ആണ് അല്ലേ? ലിപ്പോഫോബിക് ഹോർമോൺസ് മീൻസ് ലിപ്പിഡ് ഹെയ്റ്റിംഗ് ഹോർമോൺസ് ആണ്. അപ്പോൾ അവർ ഓഫ് കോഴ്സ് എന്തായിരിക്കും? വാട്ടർ ലവിങ് ആയിരിക്കും. ലിപ്പോഫോബിക് ഹോർമോൺസ് എന്തായിരിക്കും? ഹൈഡ്രോഫിലിക് ആയിരിക്കും. അപ്പോൾ അതും കറക്റ്റ് ആണ്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ആൻസർ വരുന്നത് ഏതാണ്? ഈ ഒരു ഓപ്ഷനാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ റിസപ്റ്റർ ഓഫ് ഇൻസുലിൻ ഇസ് പ്രസന്റ് ഇൻ. ഇൻസുലിൻ്റെ റിസപ്റ്റർ എവിടെയാണ് ഇരിക്കുന്നത്? ഇൻസൈഡ് ന്യൂക്ലിയസ്, ഇൻസൈഡ് സെൽ, ഇൻസൈഡ് സൈറ്റോസോൾ, ഓൺ ദി സെൽ സർഫസ്. ഇൻസുലിൻ ആണ് കേട്ടോ. ഹോർമോൺസ് കറക്റ്റ് ശ്രദ്ധിക്കുക. അപ്പോൾ ഇൻസുലിൻ്റെ റിസപ്റ്റർ എവിടെയാണ് ഇരിക്കുന്നത്? ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണോ, സൈറ്റോസോളിൻ്റെ ഉള്ളിലാണോ, സെല്ലിൻ്റെ ഉള്ളിലാണോ, സെൽ സർഫസിലാണോ? എവിടെയാണ്? ഇറ്റ് ഈസ് സെൽ സർഫസിലാണ് അല്ലേ? എവിടെയാണ് ഇരിക്കുന്നത്? ഓൺ ദി സെൽ സർഫസിലാണ് നമ്മുടെ ഇൻസുലിൻ്റെ റിസപ്റ്റർ ഇരിക്കുന്നത്. ഓക്കെ, നോ ഡൗട്ട് ആണത്. അടുത്തത് റിസപ്റ്റർ ഓഫ് തൈറോക്സിൻ. T4 എന്ന ഹോർമോണിൻ്റെ റിസപ്റ്റർ എവിടെയാണ് ഇരിക്കുന്നത്? എവിടെയാ?
ഇൻ ദ ന്യൂക്ലിയസ് ഓഫ് എ സെൽ ഇൻ എനിവെയർ ഓഫ് എ സെൽ, സെല്ലിൻ്റെ എവിടെയെങ്കിലും ഇരിക്കട്ടെ എന്നാ. ഓൺ ദ പ്ലാസ്മ മെംബ്രെയിൻ നൺ ഓഫ് ദി അബോ. എവിടെയായിരിക്കും തൈറോക്സിൻ്റെ റിസപ്റ്റർ ഇരിക്കുന്നുണ്ടായിരിക്കുക? തൈറോക്സിൻ ഒരു ലിപ്പോഫിലിക് ഹോർമോൺ ആയതുകൊണ്ട് തന്നെ തൈറോക്സിൻ്റെ റിസപ്റ്റർ എവിടെ ഇരിക്കുന്നുണ്ടായിരിക്കുക? ഒരു സെല്ലിൻ്റെ ന്യൂക്ലിയസിലായിരിക്കും തൈറോക്സിൻ്റെ റിസപ്റ്റർ ഉണ്ടായിട്ടിരിക്കുക. ഓക്കെ, ഇനി 39ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഹൗ മെനി ട്രാൻസ്മെംബ്രെയിൻ ഹെലിസസ് ഡു ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റേഴ്സ് ഹാവ്? ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റേഴ്സിന് എത്ര ട്രാൻസ്മെംബ്രെയിൻ ഹെലിസസ് ഉണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. നമ്മൾ ഫിഗർ അടക്കം പഠിച്ചതാണ്, എത്ര റിസപ്റ്റർ എണ്ണീട്ടടക്കം പറഞ്ഞതാണ്. അപ്പോൾ എത്ര ട്രാൻസ്മെംബ്രെയിൻ ഹെലിസസ് ആണുള്ളത്? 3, 5, 7. എത്രയാ? 7 ആണ് അല്ലേ? എത്രയെണ്ണുണ്ട്? 7 ആണുള്ളത്. ഓക്കെ, which among the following is an enzyme linked receptor? enzyme linked receptor ആണ് ചോദിച്ചിരിക്കുന്നത്. തൈറോട്രോപ്പിൻ റിസപ്റ്റർ, തൈറോസിൻ കൈനേസ് റിസപ്റ്റർ, ആൻഡ്രോജൻ റിസപ്റ്റർ, T3 റിസപ്റ്റർ. ആ ഓപ്ഷൻസിൽ പേര് കേട്ടാൽ നമുക്ക് മനസ്സിലാവും എൻസൈം ലിങ്ക്ഡ് റിസപ്റ്റർ ഏതാണ്. കാരണം ആ റിസപ്റ്ററിൻ്റെ പേരിൽ ഒരു എൻസൈമിൻ്റെ പേരുണ്ട്. എൻസൈംസിൽ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ലാസ്റ്റ് ASE, ഏസ് എന്നുണ്ടെങ്കിൽ അത് എൻസൈം ആണ് അല്ലേ? അപ്പോൾ ഇവിടെ ആർക്കാ അങ്ങനെ കിടക്കുന്നത്? യെസ്, ഇറ്റ് ഇസ് നൺ അതർ ദാൻ തൈറോസിൻ കൈനേസ് റിസപ്റ്റർ അല്ലേ? ബാക്കി തൈറോട്രോപ്പിൻ ആണ്, ആൻഡ്രോജൻ ആണ്, T3 ആണ് അല്ലേ? അപ്പോൾ എൻസൈം ലിങ്ക്ഡ് റിസപ്റ്റർ ഏതാണ് ഇതിൽ? ഇറ്റ് ഇസ് തൈറോസിൻ കൈനേസ് റിസപ്റ്റർ. ഓക്കെ, 41ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഗ്ലോബുലിൻ, എ ട്രാൻസ്പോർട്ട് പ്രോട്ടീൻ ഇസ് പ്രൊഡ്യൂസ്ഡ് ബൈ. അപ്പോൾ നമുക്കറിയാം പ്രോട്ടീൻസിൻ്റെ സിന്തസിസ് മെയിൻ ആയിട്ട് എവിടെയാണ് നടക്കുന്നത് എന്ന് ആലോചിച്ചാൽ മതി. ഗൊണാഡ്സ്, ബ്രെയിന്, ലിവർ, കിഡ്നി. ഇത് ഏതൊരു പൊട്ടനും അറിയാമെന്ന് പറഞ്ഞ പോലെയാണ്. പ്രോട്ടീൻസിൻ്റെ സിന്തസിസ് മെയിൻ ആയിട്ട് നമ്മുടെ ബോഡിയിൽ എവിടെ? ആൽബുമിൻ ആയിക്കോട്ടെ, ഗ്ലോബുലിൻ ആയിക്കോട്ടെ, സിന്തസിസ് എവിടെയാണ് നടക്കുന്നത്? ഇറ്റ് ഈസ് ഇൻ ലിവർ. നമ്മുടെ സിന്തറ്റിക് ഫംഗ്ഷനുള്ള ഒരു ഓർഗൻ ആണ് ലിവർ. ലിവറിലാണ് അല്ലേ ഗ്ലോബുലിൻ്റെ സിന്തസിസ് നടക്കുന്നത്. അപ്പോൾ ലിവർ ആണ് നമ്മുടെ ആൻസർ വരിക. അടുത്തതിന് 42ാമത്തെ ക്വസ്റ്റ്യൻ ഇല്ല. വീണ്ടും ഞാൻ ട്രാപ്ഡ് ആയി, ക്വസ്റ്റ്യൻ ഇല്ല. ഓപ്ഷൻസ് നോക്കാം. ദർ ഇസ് എ ഡെഫിഷ്യൻസി ഓഫ് ടൈറോസിൻ, ദർ ഇസ് എ ഡെഫിഷ്യൻസി ഓഫ് അയഡിൻ, ബോത്ത് A and B, ദർ ഇസ് എൻ എക്സസ് ഓഫ് ടൈറോസിൻ. അപ്പോൾ ഇവിടെ ആൻസർ വരിക ബോത്ത് A and B ആണ് ആൻസർ. അതായത് ഡെഫിഷ്യൻസി ഓഫ് ടൈറോസിൻ ഉണ്ട്, ഡെഫിഷ്യൻസി ഓഫ് അയഡിൻ ഉണ്ട്. അപ്പോൾ എന്തായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ? ടൈറോസിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ട്, അയഡിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്തായിരിക്കും? തൈറോയിഡ് ഹോർമോൺസിൻ്റെ സിന്തസിസ് പ്രോപ്പറായിട്ട് നടക്കുന്നില്ല, അല്ലെങ്കിൽ കുറവായിട്ടേ നടക്കുന്നുള്ളൂ. അതിന് കാരണം എന്താണ് എന്നതായിരിക്കും ക്വസ്റ്റ്യൻ എന്ന് നമുക്ക് ഊഹിക്കാം. അപ്പോൾ ഒരു കാരണം എന്താണ്? ടൈറോസിനിൽ നിന്നുമാണ് ഈ ഒരു ഹോർമോൺസ് ഉണ്ടാകുന്നത്. ഇപ്പോൾ തൈറോക്സിനൊക്കെ ഡിറൈവ് ചെയ്യുന്നത് ടൈറോസിൻ നിന്നുമാണ്. ടൈറോസിൻ കുറഞ്ഞു കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് തൈറോയ്ഡ് ഹോർമോൺസിൻ്റെ സിന്തസിസും കുറയും. അതേപോലെ ഒരു ഹോർമോൺസിന് അയോഡിൻ അത്യാവശ്യമാണ് അല്ലേ? സോ അയോഡിൻ്റെ ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാലും ഹോർമോൺസിൻ്റെ സിന്തസിസ് കുറയും. അപ്പോൾ അതുകൊണ്ട് ഏതാ? ബോത്ത് A and B ആണ് ആൻസർ വരിക. ആൻഡ് ക്വസ്റ്റ്യൻ ഏതാണെന്നും എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പോൾ 43ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ദ ഹോർമോൺ ഇൻവോൾവ് ഇൻ ദ റെഗുലേഷൻ ഓഫ് സർക്കാഡിയൻ റിതം. ഇത് നമ്മൾ നേരത്തെ ഏകദേശം പറഞ്ഞതാണ്. നമ്മുടെ ബോഡീൻ്റെ ആ ഒരു സ്ലീപ്പ് എവേക്ക് സൈക്കിൾ അത് റെഗുലേറ്റ് ചെയ്യുന്ന ഹോർമോൺ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. തൈറോയ്ഡ് ഹോർമോൺ, അഡ്രിനാലിൻ, മെലാനിൻ, മെലാട്ടോണിൻ. ഇത് മാറിപ്പോകരുത്. മെലാനിൻ സ്കിൻ പിഗ്മെൻ്റ് ആണ്, സ്കിൻ കളർ കൊടുക്കുന്നതാണ്. മെലാട്ടോണിൻ ആണ് ആര്? സർക്കാഡിയൻ റിതം റെഗുലേറ്റ് ചെയ്യുന്ന ഹോർമോൺ ആരാണ്? ഇറ്റ് ഇസ് മെലാട്ടോണിൻ. മാറിപ്പോകരുത്, മെലാനിൻ അല്ല, മെലാട്ടോണിൻ ആണ്. The hormones which play a role in fight or flight response. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഈ ഒരു ഇതിൽ തന്നെ. സ്ട്രെസ് കണ്ടീഷൻ വരുമ്പോൾ അതിനെ കോപ്പപ്പ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺസിനെയാണ് ഫ്ലൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഹോർമോൺസ് എന്ന് പറയുന്നത്. അതാരാ? എപ്പിനെഫ്രിൻ, വാസോപ്രസിൻ, കോർട്ടിസോൾ, ഗ്രലിൻ. ആരാണതിൽ? നമുക്കറിയാം അല്ലേ? ആരാണ്? എപ്പിനെഫ്രിനും നോർ എപ്പിനെഫ്രിനുമാണ് ഈ ഒരു ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസിൽ വരുന്ന ഹോർമോൺസ്. സോ ഏതാ നമ്മുടെ ആൻസർ വരിക? ഇറ്റ് ഈസ് എപ്പിനെഫ്രിൻ. അടുത്തത് ദ അഡ്വാൻറ്റേജ് ഓഫ് നെഗറ്റീവ് ഫീഡ്ബാക്ക് കൺട്രോൾ ഓഫ് ഹോർമോൺസ്. ഹോർമോൺസിൽ നമുക്ക് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആക്കിയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും, പോസിറ്റീവ് ഫീഡ്ബാക്ക് കൺട്രോൾ ഉണ്ട് അല്ലേ? അപ്പോൾ അതിൽ നെഗറ്റീവ് ഫീഡ്ബാക്ക് കൺട്രോളിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രിവെൻറ്റ് എക്സസീവ് ഹോർമോൺ ആക്ഷൻ, മെയിൻറ്റെയിൻ ഫിസിയോളജിക്കൽ ബാലൻസ്, പ്രിവെൻറ്റ് ഇംബാലൻസസ്, ഓൾ ഓഫ് ദി അബവ്. സിമ്പിൾ ആണ്. ഓപ്ഷൻസ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലേ? നെഗറ്റീവ് ഫീഡ്ബാക്ക് കൺട്രോളിൻ്റെ റോൾ എന്താണ്?
ഒന്ന് എക്സസീവ് ആയിട്ടുള്ള ഹോർമോണിൻ്റെ ആക്ഷൻ ഉണ്ടെങ്കിൽ അത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും, നമ്മുടെ ബോഡിയിലെ ഹോർമോൺസിൻ്റെ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, മറ്റെന്തെങ്കിലും ഇംബാലൻസസിനെ പ്രിവെൻറ്റ് ചെയ്ത് നിർത്താൻ പറ്റും. അപ്പോൾ ഇതെല്ലാം എന്താണ് നെഗറ്റീവ് ഫീഡ്ബാക്ക് കൺട്രോളിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. അപ്പോൾ അതുകൊണ്ട് എന്താണ് നമ്മുടെ ആൻസർ വരിക? ഓൾ ഓഫ് ദി എബവ് ആണ് ആൻസർ വരിക. ഓക്കെ, അടുത്തത് ഹൗ മെനി ഡൊമൈൻസ് ഡു ന്യൂക്ലിയർ റിസപ്റ്റേഴ്സ് ഹാവ്? ന്യൂക്ലിയർ റിസപ്റ്റേഴ്സിന് എത്ര ഡൊമൈൻ ഉണ്ട്? 1, 3, 5, 7 ഒക്കെ ഓഡ് നമ്പേഴ്സ് ആണ്. നിങ്ങൾക്ക് ഇങ്ങനെ കറക്കി കുത്താൻ പറ്റില്ല, ബിക്കോസ് എല്ലാം ഓഡ് നമ്പേഴ്സ് ആണ്. അപ്പോൾ ഏതാ ന്യൂക്ലിയർ റിസപ്റ്റേഴ്സിന് 1 ഡൊമൈൻ ആണോ, 3 ഡൊമൈൻ ആണോ, 5 ഡൊമൈൻ ആണോ, 7 ഡൊമൈൻ ആണോ? ഐ ആം ഗോയിങ് വിത്ത് 3. എത്ര ഡൊമൈൻസ് ആണ് ഉള്ളത്? ന്യൂക്ലിയർ റിസപ്റ്റേഴ്സിന് 3 ഡൊമൈൻസ് ആണ് ഉള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, 4 ഓപ്ഷൻസ് ഉണ്ട്, നമ്മൾ രക്ഷപ്പെട്ടു. വിച്ച് ഡൊമൈൻ ഓഫ് ന്യൂക്ലിയർ റിസപ്റ്റേഴ്സ് ഹെൽപ്പ് ഇൻ ദ ബൈൻഡിങ് ഓഫ് ഹോർമോൺ? ഇപ്പോൾ ന്യൂക്ലിയർ റിസപ്റ്റേഴ്സിന് 3 ഡൊമൈൻ ഉണ്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിൽ ഏത് ഡൊമൈൻ ആണ് നമ്മുടെ ഹോർമോൺ ബൈൻഡിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നത്? DNA ബൈൻഡിങ് ഡൊമൈൻ ആണോ, അതോ ലിഗാൻഡ് ബൈൻഡിങ് ഡൊമൈൻ ആണോ, ട്രാൻസ്ക്രിപ്ഷൻ ആക്ടിവേഷൻ ഡൊമൈൻ ആണോ, ഓൾ ഓഫ് ദി എബവ് ആണ്? ഏത് ഡൊമൈനാണ് വരിക? ഹോർമോൺ ബൈൻഡിങ്ങിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഡൊമൈൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അത് ഏത് ഡൊമൈനാണ്? DNA ബൈൻഡിങ് ആണോ, ലിഗാൻഡ് ബൈൻഡിങ് ആണോ, ട്രാൻസ്ക്രിപ്ഷൻ ആക്ടിവേഷൻ ആണോ, അതോ എല്ലാതും ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? ആരാ? ഇറ്റ് ഈസ് ലിഗാൻഡ് ബൈൻഡിങ് ഡൊമൈൻ ആണ് അല്ലേ? ഏതാ വരുന്നത്? ലിഗാൻഡ് ബൈൻഡിങ് ഡൊമൈൻ ആണ് ഹോർമോൺ ബൈൻഡിങ്ങിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഡൊമൈൻ ഓഫ് ന്യൂക്ലിയർ റിസപ്റ്റേഴ്സ്. ഓക്കെ, അടുത്തത് നോക്കാം. അപ്രഗുലേഷൻ ഓഫ് റിസപ്റ്റേഴ്സ് കനോട്ട് ബി ക്യാരിഡ് ഔട്ട് ബൈ? നമ്മൾ അപ്രഗുലേഷനും ഡൗൺ റെഗുലേഷനും ഒക്കെ പഠിച്ചിരുന്നു അല്ലേ? എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഓർമ്മയില്ലെങ്കിൽ പിന്നെയും ക്ലാസ് ഒന്നും കൂടെ റിവൈസ് ചെയ്യാം. അപ്പോൾ അപ്രഗുലേഷൻ ഓഫ് റിസപ്റ്റേഴ്സ് നമുക്ക് നടത്താൻ പറ്റില്ല. എന്തുകൊണ്ട്? ഇൻക്രീസ്ഡ് റിസപ്റ്റർ സിന്തസിസ്, ട്രാൻസ്പോർട്ട് ഓഫ് റിസപ്റ്റർ, ഇൻക്രീസ്ഡ് റിസപ്റ്റർ ഡീഗ്രഡേഷൻ, നൺ ഓഫ് ദി അബവ്. ഇതിൽ ഏതാ വരിക? റിസപ്റ്റേഴ്സിൻ്റെ അപ്രഗുലേഷൻ എന്തുകൊണ്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റാത്തത്? അതിൻ്റെ കാരണം എന്താ? റിസപ്റ്റർ സിന്തസിസ് കൂടുതലായതുകൊണ്ടാണോ, റിസപ്റ്റേഴ്സിൻ്റെ ട്രാൻസ്പോർട്ട് ആണോ, റിസപ്റ്റർ ഡീഗ്രഡേഷൻ ഇൻക്രീസ്ഡ് ആയതുകൊണ്ടാണോ? അതീ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടൊന്നുമല്ലേ. ഏതാ വരിക? ദ ആൻസർ ഇസ് ഇൻക്രീസ്ഡ് റിസപ്റ്റർ ഡീഗ്രഡേഷൻ ആണ് അല്ലേ? റിസപ്റ്ററിൻ്റെ ഡീഗ്രഡേഷൻ കൂടുതലായിട്ട് നടക്കുമ്പോഴാണ് നമുക്ക് റിസപ്റ്റേഴ്സിൻ്റെ അപ്രഗുലേഷൻ നടത്താൻ പറ്റാതിരിക്കുന്നത്. ഓക്കെ, ഞാൻ വീണ്ടും പറയുകയാണ്, ഇതൊന്നും ഓർമ്മയില്ലെങ്കിൽ ഒന്നും കൂടെ പോയിട്ട് ക്ലാസ് റിവൈസ് ചെയ്യാം കേട്ടോ, എന്നാലാണ് നമുക്ക് ഓർമ്മയിൽ നിൽക്കത്തുള്ളൂ. അത് നമ്മുടെ ബ്രെയിനിൻ്റെ പ്രത്യേകതയാണ്. ഓക്കെ, ദ സ്റ്റിമുലസ് ഫോർ ഇൻസുലിൻ സെക്രീഷൻ, നമ്മുടെ ബോഡിയിൽ ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യണമെങ്കിൽ വരുന്ന സ്റ്റിമുലസ് ഏതാണ്? ഹൈപ്പർ ഇൻസുലിനീമിയ, ഹൈപ്പോ ഇൻസുലിനീമിയ, ഹൈപ്പർ ഗ്ലൈസീമിയ, ഹൈപ്പോഗ്ലൈസേമിയ. ദിസ് ഇസ് പ്യുവർലി റിലേറ്റഡ് വിത്ത് ദ കോൺസെൻട്രേഷൻ ഓഫ് ഗ്ലൂക്കോസ് അല്ലേ? ഗ്ലൂക്കോസിൻ്റെ കോൺസെൻട്രേഷൻ കൂടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ബോഡിയിൽ ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ആ കൂടിയ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറച്ചിട്ട് നോർമലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഹൈപ്പർ ഗ്ലൈസീമിയ എന്ന കണ്ടീഷനാണ് അല്ലേ? ഹൈപ്പർ ഗ്ലൈസീമിയ, ബ്ലഡിലുള്ള ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുമ്പോഴാണ് നമ്മുടെ ബോഡിയിൽ ഇൻസുലിൻ സെക്രീഷൻ നടക്കുന്നത്. ഓക്കെ, 50ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. വിച്ച് അമംഗ് ദി ഫോളോയിങ് ഫാക്ടർ എഫക്റ്റ് ഹോർമോൺ റിസപ്റ്റർ റെഗുലേഷൻ? ഹോർമോൺ റിസപ്റ്റർ റെഗുലേഷനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ഓപ്ഷൻ മിസ്സിംഗ് ആണ്. സ്ട്രെസ്, സെൽ ടൈപ്പ്, ഓൾ ഓഫ് ദി അബവ്. ആക്ച്വലി ഇതിൻ്റെ ആൻസർ ഓൾ ഓഫ് ദി അബവ് ആണ് വരിക. ഒരു ഓപ്ഷൻ മിസ്സിംഗ് ആണ് കേട്ടോ. ഹോർമോൺ റിസപ്റ്റർ റെഗുലേഷനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. സ്ട്രെസ് ഉണ്ട്, സെൽ ടൈപ്പ് ഉണ്ട്, നമ്മൾ ഓരോന്ന് പഠിച്ചിരുന്നു അല്ലേ? അപ്പോൾ എന്താണ് ഇവിടെ ആൻസർ വരിക? അബവ് ആണ് ആൻസർ വരുന്നത്. ഇത് ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും ബൈ.